ഇന്ന് ഈ സുവിശേഷം കേട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം കേട്ട് ജീവിതത്തിൽ രൂപാന്തരം വന്നവർ അവർക്കറിയാം ഒരു പ്രത്യാശയുണ്ട്. ഈ ജീവിതം തീർന്ന് മരണപ്പെട്ടടക്കപ്പെട്ടാലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ നാം ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് നമ്മൾ കടക്കും. അത് ഇതുവരെ പ്രാപിക്കാത്തവർ ഈ സുവിശേഷ യോഗങ്ങളിൽ പ്രാപിക്കുവാൻ ഇടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. താവനദാസൻ, അനീഷ് പാസ്റ്റർ, മാത്തുക്കുട്ടി പാസ്റ്റർ, മറ്റ് കർത്തദാസന്മാർ, ഗായക സംഘം, ഈ ദേശവാസികളും ദൂരത്തും ചാരത്തുനിന്നുമായി കടന്നു വന്ന ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കുറേ നാളുകളായിട്ട് ഞാൻ വടക്കേയിൽ നിന്ന് വന്ന ഭവനത്തിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു പ്രേരണയാണ് ഈ തദ്ദേശവാസികളായ ആളുകൾ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടെ നിർമ്മല സുവിശേഷം കേട്ട് സുവിശേഷം എന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഇടയായെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഞാൻ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്ന ആലോചന പ്രകാരമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഞങ്ങളുടെ പാസ്റ്റർ സജി ഫിലിപ്പാവറുകളും സഭയും പല പ്രിയപ്പെട്ടവരും ചേർന്ന് ചെയ്തു തന്നു. ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ അനീഷ് ഏലപ്പാറ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖത്തിനാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ ദാസൻ. എനിക്കൊരു നല്ല അനുഭവം നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും അധികം കോവിഡ് വന്നപ്പോൾ കഷ്ടം അനുഭവിച്ച ഒരു ദൈവദാസനാണ് പാസ്റ്റർ അനീഷ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 42 എൻ്റെ ഓർമ്മ 45 എൻ്റെ ഓർമ്മയിൽ 45 ദിവസം മരണാസന്നനായി കോവിഡ് ബാധിച്ച് കിടന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ അനീഷ് ഏലപ്പാറ. ഞാൻ 1-2 പ്രാവശ്യം വിളിച്ചു. ഞാൻ പുകഴുകയല്ല. ആശുപത്രി കിടക്കുമ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമ്മുടെ ദൈവാസനെ ഞാൻ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി തന്നെ വിടുവിച്ചതിനാൽ ഇന്ന് ദൈവം അയക്കുന്ന ഇടങ്ങളിൽ എല്ലാം നിർമ്മല സുവിശേഷം വാരി വിതറിക്കൊണ്ട് ദൈവത്താൽ പ്രയോജനപ്പെടുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് തന്നെ. എൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. അതേ വിളിക്കുന്ന വിഷയം ഹൃദയത്തിൽ വന്നു. അപ്പോൾ ഞാൻ ബെൻസിനോട് ചോദിച്ചപ്പോൾ ബെൻസ് പറഞ്ഞു നല്ലതാണ്. അങ്ങനെ ഈ ദൈവദാസന്മാരെ ഒക്കെ വിളിച്ചത് കൃപയാൽ ഇന്നലെ രാത്രി അനുഗ്രഹിച്ച വലിയവനായ ദൈവം നമ്മുടെ മധ്യയെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ആ ശക്തിയേറിയ നിർമ്മല വചനം സുവിശേഷം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ അനീഷ് ഏലപ്പാറയ്ക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. കർത്താവ് തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമായി തീരട്ടെ. സ്തോത്രം. ഈ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം രാത്രി യോഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്യുന്ന ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പ്രിയ പാസ്റ്റർ PJ മാത്തുക്കുട്ടി അവർകൾ, ഈ ലോക്കൽ സഭയ്ക്ക് വളരെ ശ്രേഷ്ഠകരമായ നിലയിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ സജി ഫിലിപ്പ് അവർകൾ, ദീർഘകാലം കർത്താവിൻ്റെ നിയോഗമനുസരിച്ച് വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വളരെ വിശ്വസ്തയോടെ തന്നെ ലാഭമെണ്ണം കർത്താവിൻ്റെ വചനം അറിയിച്ചപ്പോൾ ശുശ്രൂഷയിൽ വിശ്രമം എടുക്കുന്ന ബഹുമാന്യ ദൈവദാസൻ, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ മത്തായി അവർകൾ, ബെൻസൻ മത്തായി പാസ്റ്ററിൻ്റെ സാന്നിധ്യം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ ബെഞ്ചി അവരുകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകന്മാരായിട്ടുള്ള ധാരാളം പേര് ഇവിടെ ഉണ്ട്. പാസ്റ്റർ KT വർഗീസ് അവർകൾ, TC ചെറിയാൻ അവർകൾ, അതുപോലെ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ രഞ്ജി അവർകൾ, പാസ്റ്റർ ബേസിൽ ജോസഫ് അവർകൾ, പാസ്റ്റർ മോൻസി എൻ ജോർജ്
അവർകൾ, മറ്റ് ദേവദാസന്മാർ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ APCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാന്യ ദേവദാസൻ, മറ്റ് ദേവദാസന്മാർ, പ്രായം കൊണ്ടും പരിചയം കൊണ്ടും പക്വത കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ എന്നെക്കാളൊക്കെ വളരെ ശ്രേഷ്ഠന്മാർ, ഈ കൺവെൻഷനിൽ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന എൻ്റെ സ്നേഹിതൻ സാംസൺ, അദ്ദേഹത്തോടൊപ്പമുള്ള ടീം, അതിലെ ട്രംസെറ്റ് വായിക്കുന്നത് എൻ്റെ ചർച്ചിലെ വത്സൻ്റെ സഹോദരനാണ് ബിനീഷ്. എല്ലാവർക്കും ഞാൻ വന്ദനം അറിയിക്കുന്നു. ഇത്ര മനോഹരമായൊരു കൺവെൻഷനിൽ സാധുവായ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതിലുള്ള എൻ്റെ സ്നേഹവും നന്ദിയും നിങ്ങളെ അറിയിക്കുന്നു. ഈ ചർച്ചിൽ ഇതിന് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കൺവെൻഷനിൽ എനിക്ക് പ്രസംഗിക്കാനൊരു അവസരം ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ചർച്ചിൻ്റെ കെയർ ഓഫിൽ രണ്ടാമത്തെ യോഗത്തിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇങ്ങനെ ഒരുമിച്ച് കാണാനും ഒരുമിച്ച് കൂടാനും കർത്താവ് ഒരുക്കിയ സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം. സദസ്സിൽ ധാരാളം ദിവദാസന്മാരുണ്ട്, നിങ്ങളെല്ലാം വന്ദനം ചെയ്യുന്നു. ദിവദാസന്മാരോട് എനിക്കൊരു പ്രത്യേക ബഹുമാനമുണ്ട്. കാരണം പാഴ്സണേജിൻ്റെ പരിമിതമായ മുറിയിൽ, 2-3 കൊച്ചു മുറിയിൽ പാർത്തുകൊണ്ട് കർത്താവ് അവരെ ആക്കുന്ന കാലഘട്ടം അത്രയും ആ സ്ഥലത്തുള്ള ദൈവമക്കൾക്ക് വേണ്ടിയും ആ സ്ഥലത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദിവദാസന്മാർ വലിയൊരു നീണ്ട നിരയുണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്നുള്ള വന്ദനവും സ്നേഹവും അറിയിക്കും. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നടന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്ന് രാത്രിയിലും അടുത്ത ഏകദേശം 1 മണിക്കൂറും ചില മിനിറ്റുകളും ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കും. ഈ രാത്രി ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രസംഗത്തിന് വേണ്ടി വായിക്കാൻ വന്ന ബൈബിൾ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. നമുക്ക് ആ ബൈബിൾ ഒന്ന് തുറന്ന ആ വാക്യം ഒന്നെടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. എല്ലാവരും ദയവായിട്ട് ബൈബിൾ തുറക്കണം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ തുറക്കണം. ബൈബിൾ കൊണ്ടുവരാതെ വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നാളെ വരുമ്പോൾ നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. കാരണം നമ്മുടെ ഭാഷയിൽ ബൈബിൾ കിട്ടാനായിട്ട് ഒത്തിരി വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒത്തിരി പേര് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ ലഭ്യമായ ബൈബിൾ കൊണ്ടുവരുന്നതും അത് തുറക്കുന്നതും ഏറ്റവും അഭിമാനകരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം, അതിൻ്റെ 13, 14, 15 വാക്യം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോടെന്ന് പറയുമ്പോൾ യേശുവിനോട്, ഗുരു, ഞാനുമായി അവകാശം ഭാഗം ചെയ്യാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവൻ ഈ പറഞ്ഞ ആളോട് യേശു, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആര് എന്ന് ചോദിച്ചു. വലിയൊരു പ്രസംഗം നടക്കുവാണ്. കർത്താവിൻ്റെ ഒരു വലിയ മിനിസ്ട്രി നടക്കും. അപ്പം പുരുഷാരൻ, ഇങ്ങനെ ധാരാളം പുരുഷാരമുണ്ട്. ഈ പുരുഷാരത്തിനിടയ്ക്ക് ഇങ്ങനെ കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പുറകാലെ വന്നിട്ട് യേശുവിനെ ഒന്ന് വിളിച്ചു, ഗുരു. എന്നിട്ട് പറയാണ്, ഞാനുമായി അവകാശം ഭാഗം ചെയ്യാൻ, വസ്തു ഭാഗം ചെയ്യാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് യേശുവിനോട് അദ്ദേഹം പറഞ്ഞു. അപ്പം അതിന് മറുപടിയായിട്ട് യേശു പറഞ്ഞ അടുത്ത വാക്യം, ഹേ മനുഷ്യ, ഹലോ ബ്രദർ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ, ഇതും കൂടെ ഞാൻ ചെയ്യേണ്ടതാണോ? ഞാൻ മറ്റൊത്തിരി ലക്ഷ്യങ്ങൾ എനിക്കുണ്ട്. ഈ വസ്തു ഭാഗം ചെയ്യുന്നത് കൂടെ ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അതാ വാക്യത്തിൻ്റെ അർത്ഥം. ഇതിന് നിങ്ങൾ എന്നെ ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആ വാക്യം കൊണ്ട് തീർന്നു. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവരോടെന്ന് പറഞ്ഞാൽ ഈ ചോദിച്ച ആളോടല്ല, ഫോളോ ചെയ്യുന്ന കുറച്ച് ഏറെ പേരുണ്ടായിരുന്നു. മെസ്സേജ് കേൾക്കാനായിട്ടുള്ള ഒത്തിരി പുരുഷാരുണ്ടായിരുന്നു. അവരോട് പറയാണ്, തിരിഞ്ഞിട്ട് അവരോട് പറയാണ്, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഇവരോട് പറയാണ്, സഹോദരങ്ങളെ, ദ്രവ്യാഗ്രഹത്തെ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. എന്നിട്ട് പറയുന്ന അടുത്ത വാക്യം ഇതാണ്, ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും, ഒരാൾക്ക് സമ്പത്ത് വർദ്ധിച്ചാലും സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന ഈ സബ്ജക്റ്റിൻ്റെ ഒരു തലക്കെട്ട് നിത്യജീവൻ ആധാരം എന്തെന്നുള്ളതാണ്. നിത്യജീവൻ ആധാരം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിത്യമായ ജീവൻ, ഇല്ലേ? മരണമില്ലാത്ത നിത്യമായ ജീവൻ.
അപ്പൊ ഇപ്പോഴത്തത് മരിക്കത്തില്ലയോ? ഇപ്പോഴത്തത് നമ്മൾ മരിക്കും ഇല്ലേ? 70 വർഷം, മാക്സിമം 80 വർഷം, അല്ലെങ്കിൽ 90, അങ്ങോട്ടൊക്കെ പോകാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമ്മൾ ഒത്തിരി ഭാരങ്ങൾ അനുഭവിക്കും, ദുഃഖങ്ങൾ അനുഭവിക്കും. 70 വർഷമൊക്കെ ആണെങ്കിൽ സേഫാണ്. 80നെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ, അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രയെന്ന്. 80 പോയാൽ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രയും ബൈബിളാണ് പറയും. കഞ്ഞി കുടിക്കാൻ കിട്ടിയാൽ കിട്ടി, വെള്ളം കുടിക്കാൻ കിട്ടിയാൽ കിട്ടി, ബെഡ്ഷീറ്റ് അലക്കി കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ് പരമാർത്ഥം. പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രയെന്ന്. പിന്നെ 80 നിന്ന് 90 പോയാൽ കുറച്ചുകൂടെയൊക്കെ പ്രയാസപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. നമ്മൾ ദുഃഖിക്കും, ധാരാളം ദുഃഖങ്ങൾ നമുക്കുണ്ടാവും. നമ്മൾ പ്രാർത്ഥിച്ചവരും നമ്മൾ സപ്പോർട്ട് ചെയ്തവരൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ നമ്മുടെ ഉള്ളം പിടയ്ക്കും. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു ആയുസ് മൊത്തം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അവരൊക്കെ ഈ കിടപ്പിൽ ഇട്ടേച്ച് പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഉള്ളം ഒന്ന് പിടയ്ക്കും. സ്തോത്രം. നമ്മൾ തന്നെ ദുഃഖിക്കും. പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ശപിക്കത്തൊന്നുമില്ല, എന്നാലും ഉള്ളിൻ്റെ ഉള്ളറയിൽ മുട്ടുമോ പൊട്ടുമോ തട്ടുമോ എന്നൊക്കെ ഞാൻ വളർത്തിയതാണല്ലോ, എന്നിട്ട് എന്നോട് ഇങ്ങനെ ആണല്ലോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പം അങ്ങനെയൊന്നും വരാതെ ഒരു 80 ലാൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 70 തമ്പുരാൻ്റെ ഇഷ്ടം, 80 അല്ലെങ്കിൽ 90. അപ്പൊ അതിനപ്പുറത്തോട്ടൊക്കെ പോകുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇനി 100 വർഷം ജീവിച്ചാലും ഇവിടുന്ന് പോയേ പറ്റൂ. ലിസൺ ടു മീ, ലിസൺ. ഇവിടുന്ന് പോകും. ഭൂമി നമ്മുടെ സ്വന്തമൊന്നുമല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാം, അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഇന്ന് ഇവിടെ കാണുന്ന ഒരൊറ്റ മനുഷ്യൻ ഈ ഭൂമി കാണത്തില്ല. ഇന്ന് ഇവിടെ ഉള്ള ഒരാൾ പോലും അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ കാണത്തില്ല. ഇപ്പം ഈ മോക്ക് 12 വയസ്സുണ്ടെങ്കിൽ അടുത്ത 100 വർഷം കഴിയുമ്പോൾ ആ മോടെ പ്രായം 112 വയസ്സാവും. 112 വയസ്സുള്ള ഒറ്റയാൾ ഈ ഭൂമിയിൽ ഇപ്പം ഈ കൺവെൻഷൻ ഇല്ല. ഭൂമിയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കേരളത്തിൽ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല ഉണ്ടോ. അപ്പം അതിനർത്ഥം അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് വാഷ് ഔട്ട് ആവും, നമ്മളിവിടെ ഇല്ല. കർത്താവ് വന്നില്ലെങ്കിൽ ഇങ്ങനെ കൺവെൻഷൻ വെച്ചാൽ പ്രസംഗകൻ വേറെ, പാട്ടുകാർ വേറെ, കേൾവിക്കാർ വേറെ, ഈ റോഡൊക്കെ ഒന്ന് മാറും. ഇതൊക്കെ വലിയ ഹൈവേ ആകാൻ സാധ്യതയുണ്ട് കർത്താവ് വന്നില്ലെങ്കിൽ. ഈ വീടൊക്കെ മാറും. കാരണം നമ്മൾ വെക്കുന്ന വീട് കുഞ്ഞുങ്ങൾ പാർക്കണമെന്നില്ല. 100 വർഷം കഴിയുമ്പോൾ 3ാമത്തെ വീടാവും. കാരണം സാധാരണ ഇപ്പോൾ വെക്കുന്ന വീടിൻ്റെയൊക്കെ ഡ്യൂറേഷൻ മാക്സിമം 40 വർഷമാണ്. പണ്ടത്തെ പോലെ മണലില്ലല്ലോ, ഈ പാറപ്പൊടി കൊണ്ട് വെക്കുന്ന വീടല്ലയോ. 40 കൊല്ലം കഴിയുമ്പോൾ അതങ്ങ് പൊളിയും. അല്ലെ തന്നെ പിള്ളേർക്ക് അത് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് തോന്നും, അവർ വേറെ വീട് വെക്കും. അപ്പോൾ വേറെ വീട് വെക്കുമ്പോൾ ഇപ്പോഴത്തെ ഫോട്ടോ ഒന്നും അതിനകത്ത് വെക്കത്തില്ല, കാരണം ഇപ്പോഴത്തെ സെറ്റപ്പിലായിരിക്കത്തില്ല വീട് വെക്കുന്നത്. അപ്പോൾ വീട് മാറുമ്പോൾ ഫോട്ടോ ഒക്കെ മാറും. അവൻ്റെ അപ്പൻ്റെ ഫോട്ടോ വെക്കും, അപ്പൂപ്പൻ ഔട്ടാവും. അയാളുടെ മകൻ ഒരു വീട് വെക്കുമ്പോൾ അവൻ്റെ അപ്പൻ്റെ ഫോട്ടോ വെക്കും, അയാളുടെ അപ്പൂപ്പൻ ഔട്ടാവും. 100 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഫോട്ടോ പോലും നമ്മുടെ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ചർച്ച ബോർഡുകാരും നമ്മൾ ഓർക്കുന്ന ഒരു പേര്, 100 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാൾ മനുഷ്യന്റെ പേര് ഓർക്കുന്നത് കുക്ക് സാഹിബിന്റെ കാര്യം. അത് എല്ലാ കൺവെൻഷനിലും ഓർക്കും. അല്ലാത്ത അദ്ദേഹത്തിലൂടെ പാർത്ത എത്ര പേരുണ്ട്, ഫോട്ടോ പോലും ഇല്ല. അപ്പൊ അതിനർത്ഥം എന്നറിയോ, ഈ ഭൂമിയിൽ നമ്മുടെ ഫോട്ടോ പോലും കാണത്തില്ല, ഇല്ലെന്ന്. 100 വർഷം മുമ്പുള്ള കൊച്ചിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലയോ? ഞാൻ കണ്ടിട്ടുണ്ട് 100 കൊല്ലം മുമ്പത്തെ കൊച്ചിയുടെ ഫോട്ടോ. 3-4 കടകളും 2-3 വാഹനങ്ങളും അന്നത്തെ ആൾക്കാർക്ക് അതറിയൂ. 100 കൊല്ലം മുമ്പത്തെ പത്തനംതിട്ടയുടെ ഫോട്ടോ എന്ന് പറയുന്ന പോലെ ഈ ഭൂമി ഉണ്ടെങ്കിൽ കർത്താവ് വന്നില്ലെങ്കിൽ 100 കൊല്ലം കഴിയുമ്പോൾ അവരും കാണിക്കും. ഇതുകൊണ്ടോ ബെൻസമത്തായി പാസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നടന്ന കൺവെൻഷനാണ് 100 കൊല്ലം മുമ്പത്തെ കൺവെൻഷൻ എന്നൊക്കെ പറയും. സ്തോത്രം. നമ്മളെ അറിയത്ത് പോലും ഇല്ല, കുടുംബക്കാർക്ക് പോലും അറിയത്തില്ല. സ്തോത്രം. എൻ്റെ അപ്പൻ്റെ പേര് രാജു എന്നാ വിളിക്കുന്ന പേരെങ്കിലും പൗലോസ് എന്ന ഓഫീഷ്യലിനെ. അപ്പൻ്റെ പേര് കൊച്ചുകുട്ടി എന്നാ. കണ്ടിട്ടില്ല ഞാൻ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും അറിയത്തില്ല, അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, പേരും എനിക്ക് അറിയത്തില്ല. ആളോ ജീവിച്ചിരുന്നു എന്നുള്ള പരമാർത്ഥമാണ്. എൻ്റെ വല്യപ്പൻ വന്നില്ലയോ, എൻ്റെ അപ്പം വന്നില്ലയോ, അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷെ അറിയില്ല. യേശു വന്നില്ലെങ്കിൽ നമ്മളെ അറിയപ്പെടത്തില്ല ഈ ഭൂമിയിൽ. അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ നമ്മളില്ലാത്ത വേറെ ജനറേഷൻ അവിടെ പാർക്കുന്നു, വേറെ ആൾക്കാരാ പാർക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും, നമ്മൾ ഇവിടുന്ന് പോയേ പറ്റും. ഭൂമി 23 ഡിഗ്രി ചരിച്ചിട്ട് സാങ്കല്പിക അച്ചുതണ്ടില്ല ഇത് വെച്ചേക്കുന്നെന്നാണ് ഞാൻ പഠിച്ചത്, സ്കൂളിൽ പഠിച്ച കാര്യം. 23 ഡിഗ്രി ചരിച്ച് സാങ്കല്പിക അച്ചുതണ്ടില്ല ചരിച്ചു വെച്ചേക്കും. ഈ പലയിടത്ത് പോയിട്ടുള്ള എനിക്ക് പല കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ചില പാലത്തിലൊക്കെ കയറുമ്പോൾ പാലത്തിന് മുമ്പ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര ടൺ ഭാരമേ ഇതിൽ കൂടെ പോകാവൂ. ചില ഓവർ ബ്രിഡ്ജിന്റെ താഴെ കൂടെ പോകുമ്പോൾ അതിലിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 2 മീറ്റർ 3 മീറ്റർ ഹൈറ്റ്, 4 മീറ്റർ, അതിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള വാഹനങ്ങൾ ഇതിന്റെ അടിയിൽ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ഇപ്പൊ ഓരോ നിർമ്മിതിക്കും അതിന്റെ പിന്നിൽ ഒരു ഭാരമോ ഒരു തൂക്കമൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു ഭൂമിയിലും അതൊക്കെ ഒരുപക്ഷെ കാണുമായിരിക്കും, നമുക്കറിയത്തില്ല, ദൈവത്തിന്റെ കയ്യിൽ മറന്നിരിക്കുന്ന കാര്യമാണ്. ഒരു പരിധിക്കപ്പുറം ഭാരം കയറിയാൽ ഇതൊക്കെ മറിഞ്ഞു പോകുമായിരിക്കും.
പോരാഞ്ഞിട്ട് ചെരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഭാരം കൂടാതിരിക്കാൻ എന്ത് ചെയ്യും? ഓരോരുത്തരെ വാഷ് ഔട്ട് ആക്കിക്കൊണ്ടിരിക്കും. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക. ചത്താ പിന്നെ എല്ലാവർക്കും ഒറ്റ പേരാ, ദാനിയേലേ പൊക്കൊള്ളുക, നീയോ ദാനിയേലേ പൊക്കൊള്ളുക. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ സെല്ലുകൾ പണിതിട്ട് സെല്ലിന്റെ അകത്ത് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഘട്ടം കോളമായിട്ട് സെല്ലുണ്ട്. ഞാൻ ഓർത്തു അകത്തും അങ്ങനെ ആയിരിക്കുന്നു. അകത്ത് അങ്ങനെയൊന്നുമല്ല, അകത്ത് ഫുള്ളി ഓപ്പണാ. അല്ലെ അറിയണമെങ്കിൽ ഇനി ദാനിയേലിനെ കൊണ്ട് വെക്കുമ്പോൾ നോക്കിയാൽ മതി, അപ്പുറത്ത് പെട്ടി കാണും, കുഞ്ഞോനിച്ചാന്റെ പെട്ടിയാ. സ്തോത്രം. പോയിട്ടില്ലെങ്കിൽ കാണും, അടുത്ത 3-4 അതിന് നിരന്നിരിക്കുക. സ്തോത്രം. ചർച്ചിൽ ഒരുമിച്ചിരിക്കാൻ പ്രയാസമാണെങ്കിലും അവിടെ ഒരുമിച്ചിരുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. 6 മാസം വരെ വാലിഡിറ്റി. 6 മാസം കഴിയുമ്പോൾ ഈ ദാനിയേലിനെ കുത്തി അപ്പുറത്തോട്ടിടും, പുതിയ ദാനിയേലിനെ കൊണ്ടുവെക്കും. അങ്ങനെ ഇതിങ്ങനെ തീർത്തോണ്ടിരിക്കുക. കുറച്ചുപേര് ജനിക്കുന്നു, കുറച്ചുപേര് മരിക്കുന്നു. ജനനത്തിന് തത്തുല്യമായോ അതിനേക്കാൾ കൂടുതലും ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രത്യേക ലെവലിലാണ് ജീവിക്കുന്നത്. ലിസൺ ടു മീ. ഞാൻ പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ്, എന്റെ പ്രിയരെ, എന്റെ പ്രാണനെ, മാക്സിമം 100 വർഷത്തിനപ്പുറം ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇല്ല, നിങ്ങൾ പണിത വീട് പൊളിക്കും, അല്ലെങ്കിൽ പിള്ളേർ വിൽക്കും, അല്ലെങ്കിൽ പിള്ളേർ പണിയും. സ്തോത്രം. അത് നമ്മുടെ സ്വന്തമല്ല. അപ്പൊ ഇവിടുന്ന് പോയേ പറ്റും. ഈ ലൈഫിനെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ, ഇത് മാഞ്ഞു പോകുന്ന ആവിയെന്ന. രാവിലെ ഓട്സ് കഴിച്ചാലും, ഉച്ചയ്ക്ക് ഓട്സിന്റെ പുട്ട് കഴിച്ചാലും, രാത്രി ഓട്സിന്റെ ചപ്പാത്തി കഴിച്ചാലും, രാവിലെ 5 കിലോമീറ്റർ വൈകിട്ട് 5 കിലോമീറ്റർ നടന്നാലും, വർക്കൗട്ട് ചെയ്താലും മാക്സിമം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് പോയിരിക്കും, ഒരു ഡൗട്ടും. സ്തോത്രം. ആണോ? ഇത് നമ്മുടെ സ്വന്തമല്ല. ഇതിനെക്കുറിച്ചുള്ള പലപ്പോഴും ഞാൻ പറഞ്ഞത്, ഈ ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചില കാര്യങ്ങൾ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമ്മൾ വൈകും. അതാണ് പരമാർത്ഥം. 95 വയസ്സുള്ള അപ്പച്ചന് ഇപ്പോൾ ഓമല്ലൂരിലെ സ്ഥലത്തിന് 5 ലക്ഷം രൂപ, പണ്ട് പറഞ്ഞ സ്ഥലം ഇപ്പൊ 50,000 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാലും 95 വയസ്സുള്ള അപ്പച്ചന് ഇപ്പൊ വലിയ ആക്രാന്തം കാണത്തില്ല. കാരണം പുള്ളിക്കറിയാം, ഇപ്പൊ എനിക്ക് അനുവദിക്കപ്പെട്ടേക്കുന്നത് ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും മാത്രമേ ഉള്ളൂ. ഞാൻ എന്നാ വാങ്ങിക്കൂട്ടിയാലും അതിനപ്പുറം എനിക്കൊന്നും കിട്ടാനും. അതുകൊണ്ട് പുള്ളിക്ക് ഇപ്പൊ മനസ്സിലായി അത് വേണ്ടാന്ന്. അത് മനസ്സിലാകുമ്പോൾ പ്രായം എത്ര ആവും? 95. ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും. ഐസിയിൽ കിടക്കുന്ന ആൾക്ക് വസ്തുവിന്റെ വില വിഷയമല്ല. ഐസിയിൽ കിടക്കുന്ന ആൾക്ക് വീടിന്റെ പപ്പ ഐസിയിൽ ഇങ്ങനെ യാസം കിട്ടാതെ ഭാരപ്പെടുന്ന ആളോട് പറയാം, പപ്പ ഞാൻ മോഡുലാർ കിച്ചൺ പണിതു, പപ്പ മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വല്ല ആവേശം ഉണ്ടാകുമോ? കാരണം പുള്ളിക്കാൻ പണിതതാ. ഒന്ന് ഇരിക്കുമ്പോൾ കഴുത്തു മാത്രം കാണുന്ന സെറ്റിയായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അതുപോലെ പുള്ളി പണിതതാ. പക്ഷെ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, പപ്പ അവയെ ഇരിക്കരുത്. അത് ചോദിച്ചു, എന്താ ഇരുന്നാൽ ഈ ശരീരത്തിന്റെ പല അവയവങ്ങളും ജന്മം തൊട്ട് ഉപയോഗിക്കുമല്ലോ, ഇതിന്റെ കൺട്രോൾ പോകും. അറിയാതെ മോശം പോകാൻ സാധ്യതയുണ്ട്. ഇത് 80 കൊല്ലമേ യൂസ് ചെയ്യുമോ, 90 കൊല്ലമായിട്ട് യൂസ് ചെയ്യുക, കണ്ണിന്റെ കാഴ്ച പോകും. അപ്പൊ അറിയാതെ എങ്ങാനും യൂറിൻ പാസ് ചെയ്താൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ സെറ്റ് കേടാകുന്നതുകൊണ്ട് പപ്പ അവിടെ ഇരിക്കരുത്. അമ്മ പുള്ളിക്ക് മനസ്സിലായ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും. അതാ എന്റെ പ്രിയരെ, ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും, പക്ഷെ പരമാർത്ഥാണ്. എന്താണ്? ഈ ഭൂമി നമ്മുടെ ആരുടെയും സ്വന്തമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ, ഇത് മാഞ്ഞു പോകുന്ന രാവിയല്ലോ, ഇത് ഒരു സ്വപ്നം പോലെയല്ലോ. യെസ്, ഒരു സ്വപ്നം പോലെ. പലരെയും കണ്ടതാണ്, ഇപ്പൊ കാണുന്നില്ല, ഓർമ്മയിൽ പോലുമില്ല. ഒരു സ്വപ്നം പോലെ. സ്തോത്രം. ഒരു നെടുവീർപ്പ് പോലെ. അങ്ങോട്ട് പോയാൽ സഭാപ്രസംഗം പറയുന്നു ഒരു നിഴല് പോലെ. പിന്നെ ഇയ്യോബ് പറയുന്നത് ഇതൊരു പൂവിന് തുല്യം. അതിനപ്പുറം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല വലിയൊരു പരമാർത്ഥം. ഞാൻ പറയാം, ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ ഒരുമിച്ച് 50 വർഷമൊന്നും ഒരുമിച്ച് ജീവിക്കത്തുമില്ല. സ്തോത്രം. ഏമത്താഴ്ച എന്റെ പ്രായം എനിക്കറിയത്തില്ല, എന്റെ വയസ്സ്, ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ചു കാലമാണ് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും തമ്മിൽ സ്തോത്രം സ്കൂൾ തലം തൊട്ട് ഒരുമിച്ച് പഠിച്ച് കളിച്ച് വന്നാൽ കുറെ വർഷങ്ങൾ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് അനുസരിച്ച് വർഷങ്ങളുടെ ബന്ധങ്ങളുടെ ഇതെന്ത് ചെയ്യും, ഡ്യൂറേഷൻ കുറയും. കുറച്ചു കാലം മാത്രമേ ഒരുമിച്ചുള്ളൂ. സ്തോത്രം. എല്ലാവരും എപ്പോഴും ഇവിടില്ല, ഇവിടുന്ന് പോകും. ഇത് മാഞ്ഞു പോകുന്ന എത്ര പിടിച്ചു വച്ചാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നോട് ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞു. 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യന്റെ പേരാണ് മൈക്കൽ ജാക്സൺ. ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. 12ഓളം ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പോലും. 12ഓളം ഡോക്ടേഴ്സ്. തലമുടി മുതൽ പാദം വരെ സകല കാര്യങ്ങളും ഓരോ ദിവസം അനലൈസ് ചെയ്തിട്ട് കഴിക്കേണ്ട ഭക്ഷണം എത്ര കലോറി, കുടിക്കേണ്ട ജ്യൂസ് എന്തിൻ്റേത്, ഉറങ്ങേണ്ട സമയം എത്ര, നടക്കേണ്ട സമയം എത്ര സമയം എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും എന്ന് വേണ്ട. സ്തോത്രം. ഒരുമാതിരി ഒരു മനുഷ്യൻ 150 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന
ആ മനുഷ്യൻ 12 ഡോക്ടർമാരുടെ അഡ്വൈസ് അനുസരിച്ച് ജീവിച്ച മനുഷ്യനാ. എന്തിന്? മരണത്തെ വെല്ലുവിളിച്ച് 70, 80 അതിനെ വെല്ലുവിളിച്ചു 150 വർഷം ജീവിക്കാൻ. പക്ഷെ നിങ്ങൾക്കറിയാമോ, 50-ാമത്തെ വയസ്സിൽ ആശീർവാദം പറയും. അമേരിക്കയിൽ ഒരു ഡോക്ടറിന്റെ കാര്യം ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പത്രത്തിൽ വായിച്ചൊരു വാർത്ത ഞാൻ മനസ്സിലാക്കുന്നു. ഗൗരവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഗൗരവ് ഗാന്ധി ഇന്ത്യൻ വംശജനാണ്. ആ പുള്ളി ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ആളാ. ഓപ്പൺ മോനെ ഇങ്ങോട്ട് നോക്കണ്ട, മാസം നോക്കണ്ട, അച്ഛൻ പിടിച്ചോ. ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ, 42 വയസ്സേ ഉള്ളൂ, ഗൗരവ് ഗാന്ധി, ഇന്ത്യൻ വംശജൻ. 10,000-ത്തിലധികം ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ് ആ മനുഷ്യൻ. ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. ഒരു രാത്രി ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ വന്നു, ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ. ആൾക്കറിയാം ഇങ്ങനെ പെയിൻ ഉണ്ടായാൽ എന്തായിരിക്കുമെന്ന്. അദ്ദേഹം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. വൈഫ് ഡോക്ടറാണ്. ഹോസ്പിറ്റലിലോട്ട് ചെന്നു. അവർ ECG എടുത്തപ്പോൾ ECGക്ക് അകത്ത് നോർമൽ. അപ്പൊ അവര് പറഞ്ഞു ഗ്യാസ് ഇല്ല. അല്ലെങ്കിൽ തന്നെ പുള്ളിക്കറിയാം ECG നോർമൽ ആണെങ്കിൽ ഗ്യാസാണ്. ഗ്യാസിന്റെ ഗുളിക കഴിച്ച് വീട്ടിൽ വന്ന് രാത്രി വിശ്രമിച്ചു. നേരം വെളുത്തു 6 മണിക്ക് തന്റെ വൈഫ് നോക്കിയപ്പോൾ ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്നു, ഇന്നലത്തെ പോലെ തന്നെ. പെട്ടെന്ന് വാഹനം വിളിച്ചു, അതിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 മിനിറ്റിന് മുമ്പ് 42 വയസ്സുള്ള ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള 10,000-ത്തിലധികം പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആ മനുഷ്യൻ ഈ ലോകം വിട്ടുപോയി. അപ്പൊ ഇന്ന് രാത്രി ഞാൻ നൽകുന്ന ആത്മീയ ചിന്ത, ഈ ജീവിതം കൊണ്ട് ലാഭം എന്ന് പറയുന്നത് മരണമില്ലാത്തൊരു ജീവിതം എടുക്കുക എന്നതൊഴിച്ചാൽ ഈ ലൈഫ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചവുമില്ല. കാരണം എന്തെല്ലാം ഉണ്ടാക്കിയോ അത് മുഴുവൻ ഇവിടെ ഇട്ടേച്ച് ഇവിടുന്ന് പോയേണ്ടി വരും. തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറ. നല്ലൊരു അടക്കം പോലും കിട്ടത്തില്ല. സ്തോത്രം. പണ്ടൊക്കെ അടക്കത്തിനൊക്കെ ഒത്തിരി പ്രൗഢി ഉണ്ടായിരുന്നു. അടക്കം എന്നൊക്കെ പറഞ്ഞ വലിയൊരു രാജകീയമായിരുന്നു പണ്ടത്തെ അടക്കം എന്നൊക്കെ പറയും. എൻ്റെ അപ്പനെ ഈട്ടിയുടെ പെട്ടിയിൽ അടക്കി. ഞാൻ കേട്ടിട്ടുണ്ട് ഈട്ടിപ്പെട്ടി. എൻ്റെ അപ്പനെ ഞങ്ങൾ അടക്കിയപ്പോൾ തേക്കിന്റെ പെട്ടി. പണ്ടത്തെ പിള്ളേർക്ക് കുറച്ചുകൂടെ സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. ഈട്ടിയുടെ പെട്ടി മാറിയിട്ട് പോളിഷിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം പിള്ളേർക്ക് വിദ്യാഭ്യാസം വന്നു. അവർ പറഞ്ഞു എന്തിനാണ് ഡെഡ് മണി. അവർ നോക്കും ഇത് ഡെഡ് മണി ആണോ അല്ലയോ എന്ന് അവർ നോക്കും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഈട്ടിയുടെയും തേക്കിന്റെ ആവശ്യമില്ല, പോളിഷ് ഉള്ളത് കൊണ്ട് നമുക്ക് തടി ഏതാണെങ്കിലും പോളിഷ് കൊണ്ട് എന്ത് ചെയ്യും, അത് അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പപ്പ വെള്ളയെ എടുത്തുള്ളൂ, അതുകൊണ്ട് അടക്കുന്ന പെട്ടിക്കും വെള്ള വേണം. സ്തോത്രം. അതുകൊണ്ട് തീരുമാനിച്ചു പെട്ടിയുടെ ചുറ്റും വെള്ള തുണി അടിക്കുക. അപ്പൊ 150 രൂപയുടെ തുണി മേടിച്ചാൽ അകത്തെ പെട്ടി ഏതാന്ന് പോലും. സ്തോത്രം. ഈ ഇടയ്ക്ക് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട അടക്കങ്ങൾക്ക് ധാരാളം പോയിട്ടുള്ളത് കൊണ്ടും കണ്ടിട്ടുള്ളത് കൊണ്ടും ഒരു നല്ല ഷർട്ട് പോലും കിട്ടത്തില്ല പുതിയത്. പണ്ട് പുതിയ ഷർട്ട് എന്നൊക്കെ പറയുന്നത് പുതിയ ഷർട്ടും പുതിയ ഷൂ ഒക്കെ ഇട്ട് അടക്കിക്കൊണ്ടിരുന്നു. ഇന്നത്തെ പിള്ളേർ നോക്കുന്നത് എന്തായാലും പുറത്തൊരു വെള്ളത്തുണി വിരിച്ചേ പറ്റൂ. പിന്നെ അകത്തെ ഷർട്ട് പുതിയതാണ്, ലൂയിസ് ഫിലിപ്പാണോ ആരാ നോക്കുന്നത്. അതുകൊണ്ട് അകത്ത് ഇപ്പൊ ഉള്ളത് അത് എന്നോട് ഉണ്ടോ. തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തിരുത്താം. ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാം. പറയാൻ നിങ്ങൾക്ക് തിരുത്താൻ വല്ല ഉണ്ടെങ്കിൽ. ഇല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ പണ്ടത്തെ സ്നേഹം അത്ര ഗൗരവമായ സ്നേഹമൊന്നുമല്ല. 80% സ്നേഹവും ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കുന്ന മനുഷ്യനാണ് ഞാൻ. 80% സ്നേഹവും ഫേക്ക്. അതൊക്കെ അറിയണമെങ്കിൽ ഈ അടക്കത്തിന് പോകുമ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അടക്കം എന്നൊക്കെ പറഞ്ഞ് ധാരാളം അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരും, ധാരാളം പാഠങ്ങൾ ഞങ്ങൾക്ക് തരും. ഈ അടക്കം ചില അടക്കത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ ദുഃഖത്തോടെ അനുശോചനം പറയാൻ വലിയ വിഷമമാണ്. ദുഃഖമൊക്കെ ഞങ്ങൾ അല്ലേ തന്നെ ദുഃഖം ഉണ്ടാക്കുകയാണ്. ചിലയിടത്ത് പോകുമ്പോൾ ദുഃഖം ഉണ്ടാക്കാനും പറ്റത്തില്ല. എന്നിട്ടും ഞങ്ങൾ ത്യാഗം സഹിച്ച് എന്ത് ചെയ്യും. ദുഃഖം ചിരിച്ചോണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞുവനിച്ച എൻ്റെ മരണത്തിൽ ഞങ്ങൾ അങ്ങനെ ചിരിച്ചോണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ദുഃഖം ക്രിയേറ്റ് ചെയ്യും. ചിലയിടത്ത് പോകുമ്പോൾ ദുഃഖം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കരയുന്നവരെ കാണുമ്പോഴാണ്. ഈ കരയുന്നവരെ കാണുമ്പോഴാണ് നമ്മുടെ ദുഃഖം പോകുന്നത്. ദുഃഖിച്ചാ ചെല്ലുന്നെങ്കിൽ ഇവര് കരയുമ്പോ ആ കരയുന്നവരും കരച്ചിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ള ദുഃഖമൊക്കെ പോയി നമുക്ക് ചിരി വരിക. കാരണം അമ്മാമ്മയുടെ കരച്ചില്ല. എന്നെ ടച്ച് പോയോ, എന്നെ കൂടെ കൊണ്ടുപോയോ. ഈ സത്യത്തിൽ ചിരി വരും. കാരണം 3 ദിവസം മുമ്പ് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ 1 മാസം കൊണ്ട് അച്ഛൻ കാട്ടിലേക്ക് കിടക്കുക. ഇതെല്ലാം കോരി ഞാൻ മടുത്തു. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി എന്ത് ചെയ്തോളും. അങ്ങനെയല്ല, മുട്ടിപ്പായി അപ്പനെ പൊക്കാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളെ ഞങ്ങൾ ചെല്ലുമ്പോ പറയാണ് എന്നെ ഇട്ടേച്ച് പോയോ, എന്നെ കൂടെ. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞേ,
അപ്പൊ ഇത് ഞങ്ങൾക്ക് സത്യത്തിൽ ചിരി വരും. അഡ്ജസ്റ്റ് ചെയ്താ പിന്നെ ഈ പറയുന്നത് പരമാർത്ഥമാണ് ഈ പറയുന്നത്. നീ ഇല്ലാതെ നിന്റെ ഭാര്യയ്ക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല. നീ മരിച്ചാലും നിങ്ങൾ ഇല്ലാതെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ അച്ഛൻ ഉണ്ടായാൽ നിങ്ങൾ മരിച്ചാലും വിഷയമല്ലെന്ന്. സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ ഞാൻ സ്തുതിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം, കുഞ്ഞുങ്ങൾ അവര് വേറെ ലോകത്തിലാണ്. മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമല്ലാതെ അതിനപ്പുറം വലിയ ദുഃഖം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിച്ചെന്ന് കേൾക്കുമ്പോ അയ്യോ പോയോ ഒരു ദുഃഖം. വരുന്നുണ്ടോടി നീ? അയ്യോ പപ്പാടെ മരണമല്ലോ, ഞാൻ വരുന്നുണ്ട് എന്ന് നീ വരും. ടിക്കറ്റ് നോക്കുവാണ്. ടിക്കറ്റ് ഇല്ലയോ? ഉണ്ട്. നാളെ എടുത്ത കാശ് കൂടും, ഒരാഴ്ച കഴിഞ്ഞാൽ കാശ് കുറയും. അപ്പൊ നിങ്ങൾ ടിക്കറ്റ് നോക്കുവോ മമ്മി? അപ്പൊ അവർ നോക്കിയപ്പോ പെട്ടെന്ന് എടുത്താൽ 5 പേർക്ക് 25,000 വെച്ച് കൂടുമ്പോൾ 1.25 ലക്ഷം രൂപ ആവും. അതേസമയത്ത് മോർച്ചറിയിൽ 1000 രൂപയേ ഉള്ളൂ. 5 ദിവസത്തേക്ക് 5000 രൂപ. എന്നാലും 1.20 ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് അടക്കം എന്ത് ചെയ്യാം, നടത്താം. ടിക്കറ്റ് നോക്കാൻ പിന്നെ ഒരു പ്രോഗ്രാമായി ഇതുപോലത്തെ ഓടി എന്തുവാ സ്തോത്രം, നല്ല പന്തൽ, നല്ല ലൈവ്. നിങ്ങൾക്ക് അറിയാമോ, ഇതൊക്കെ അന്ന് കാണുന്നതല്ലാതെ പിന്നെ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല, ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പ്രൗഢിക്ക് തത്തുല്യമായ നിലയിൽ കൊണ്ടടക്കും. അടക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാം. എങ്ങനെ എന്ന് അങ്ങോട്ട് വെക്കും. നോടി നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കരയുന്ന അമ്മാമ്മയുടെ ആദ്യത്തെ ചോദ്യം കുടിക്കാൻ വല്ല ഉണ്ടോടി എന്നാ. മോനെ കുടിക്കാനായിട്ട് വല്ല ഉണ്ടോടി? ജ്യൂസ് എടുക്കട്ടെ? വേണ്ടാന്നും വേണമെന്ന് പറയത്തില്ല. ഓ വേണ്ടാന്ന് പറഞ്ഞാൽ കിട്ടത്തുമില്ല, വേണമെന്ന് പറഞ്ഞാൽ ഓർക്കും ഇവള് തെറ്റിദ്ധരിക്കും. അപ്പം വേണ്ടാന്നും വേണമെന്നും പറയത്തില്ല. ഓ മമ്മി ഒരു ഗ്ലാസ് കൂടെ ഉണ്ടോ? പപ്സൂടെ തിന്നാനാ കൊതി. പപ്സൂടെ ആൾക്കാര് വല്ലതും പറയുമോ എന്ന് പേടിച്ചാ എന്ത് ചെയ്യാത്ത. സ്തോത്രം. വീട്ടിൽ വന്നു ഒരു വെജിറ്റേറിയൻ ഊണുണ്ട്. ഒരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പനെ കുറിച്ചുള്ള കാര്യം എന്ത് ചെയ്തു, മറന്നു. വളരെ കുറച്ചേ ഉള്ളൂ ഓർമ്മയിൽ നിൽക്കുന്നവർ. എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷേ 80% ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മറന്നു. പിന്നെ ഉറക്കം എല്ലാം കഴിഞ്ഞ് മക്കളും മരുമക്കളും എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് കൂടി ഇരുന്ന് ചർച്ചയാ. എന്തുവാ ചർച്ച? ഒന്നും എൻ്റെ പപ്പ അങ്ങ് പോയല്ലോ, ഓ നല്ലൊരു മനുഷ്യനായിരുന്നില്ലയോ. സംസാരത്തിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുമ്പോ മമ്മിയുടെ ചോദ്യമുണ്ട്, ഇനിയിപ്പോ എന്റെ കാര്യം എങ്ങനെയാ? നിങ്ങൾ കൊണ്ടുപോകുന്നു, അതെന്നെ കെട്ടിച്ചു വിടുന്നു. സ്തോത്രം സ്തോത്രം. നിങ്ങൾ കൊണ്ടുപോകുന്നു, അതെന്നെ കെട്ടിച്ചു വിടുന്നു. ഇത് കേൾക്കുമ്പോ മരുമക്കൾ രണ്ടുപേരും 2-3 മരുമക്കൾ കണ്ണുകൊണ്ട് SMS അയക്കും. എന്നിട്ട് അവര് തീരുമാനിക്കും കെട്ടിച്ചു വിടുന്നതാണ് അല്ലത്. കാരണം അല്ലെങ്കിൽ 6 മാസം നിന്റെ ഉറക്കം കളയും. അടുത്ത 6 മാസം UK നേരെ കാനഡയ്ക്ക് വരും, നിന്റെ ഉറക്കം കളയും. അടുത്ത 6 മാസം അവിടുന്ന് മാറി ഓസ്ട്രേലിയക്ക് വരും, നിന്റെ ഉറക്കം കളയും. 6 മാസം മാറി ടിക്കറ്റ്, വീസ, ഉറക്കം, പല പ്രശ്നം. ഒരാളെ ഏൽപ്പിച്ചേക്ക് വിടുവാണെങ്കിൽ നമ്മളും സേഫ്, അമ്മച്ചി സേഫ്. അമ്മച്ചിക്കും അതാ ഇഷ്ടം. കാരണം മരുമകള് മൂക്കുന്നതാണല്ലോ അമ്മായിയമ്മ. അതുകൊണ്ട് ഇവളുമാരുടെ സ്വഭാവം അറിയാതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ഇഷ്ടം ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകാം. എന്നോട് നിങ്ങൾ ഉണ്ടോ? പിന്നെ ആരോർക്കുന്നു. പിന്നെ അടുത്ത വർഷമാകുമ്പോ ഫേസ്ബുക്കിനകത്തിടും പപ്പ പാസ്റ്ററെ. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്ത പോസ്റ്റ് വീണ്ടും ഒന്ന് വരും, ഷെയറിംഗ് മെമ്മറി അല്ലെങ്കിൽ സ്റ്റാറ്റസിന്റെ മെമ്മറി വരും. അപ്പോഴാ മനസ്സിലാവുന്ന 1 വർഷമായില്ലയോ, വീണ്ടും റീപോസ്റ്റ്, ഫസ്റ്റ് ബർത്ത്ഡേ ഇൻ ഹെവൻ. അതോടുകൂടി ആ കാര്യം എന്ത് ചെയ്തു, അതിന്റെ പേര്. അത്രയേ ഉള്ളൂ. പരമാർത്ഥമായി ഈ ഭൂമി നിന്റെ സ്വന്തമല്ല. ഇവിടെ നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് എത്രയോ ഉന്നതന്മാർ പാർത്തു, അവരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടുന്ന് പോകും. എങ്ങോട്ട് പോകും? 2 സ്ഥലമാണ് പോകാനായിട്ടുള്ള. 2 സ്ഥലം, 2 സ്ഥലങ്ങൾ. ഒന്നിന്റെ പേര് സ്വർഗം എന്ന ബൈബിൾ പറയും, മറ്റൊരു സ്ഥലത്തിന്റെ പേര് നരകം എന്ന. ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്നത് നരകത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ സബ്ജക്റ്റ് അല്ല. പിന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നരകത്തിലോട്ട് നിങ്ങൾ വിടാൻ താല്പര്യപ്പെടാത്തതിന്റെ കാരണം നരകം അത്ര നല്ല സ്ഥലമല്ല. കണ്ണുനീരുള്ള, ദുഃഖങ്ങളുള്ള, മുറവിളികളുള്ള, സ്തോത്രം സ്തോത്രം സ്തോത്രം, നിത്യദണ്ഡനമുള്ള, അഗ്നി തീ കൊണ്ടുപ്പെടുന്ന, പുഴുവും കൃമിയും പുതപ്പും മെത്തയുമായ, പല്ലുകടിയും കരച്ചിലുമുള്ള ഏറ്റവും മോശമായ സ്ഥലമാണ് നരകം. അങ്ങോട്ട് പോകാൻ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല.
ഇവിടുത്തെ ആരും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുടുംബം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ചില ലക്ഷങ്ങളുടെ ചെലവെങ്കിലും വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. അതിങ്ങനെ പൈസ ബാങ്കിൽ കൂട്ടിയിട്ട് കിടക്കുന്ന കൊണ്ട് കുറച്ച് നമുക്കിങ്ങനെ പന്തലുകാർക്കും സൗണ്ടുകാർക്കും കൊടുത്തേക്കാം എന്നുള്ള ചിന്തയിലൊന്നുമല്ല. നമ്മളൊക്കെ പ്രസംഗിക്കുന്നെങ്കിലും ഇതിൻ്റെയൊക്കെ പിമ്പിൽ പോകുമ്പോൾ പൈസയുണ്ട്, എല്ലാം മുടക്കി വെക്കും. ഓരോ മാസവും കിട്ടുന്ന തുച്ഛമായ പൈസ കരുതിക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ച് കൺവെൻഷൻ നടത്തുന്ന സാധുക്കളുണ്ട്. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററുണ്ട്, പേര് 2 സെന്റ് ഉപദേശി എന്നാ, മരിച്ചുപോയി. 2 സെന്റ് ഉപദേശി. അതെങ്ങനെ 2 സെന്റ് ഉപദേശിന്റെ പേര് വന്നേ? ഓരോ വർഷവും 2 സെന്റ് വെച്ച് വിൽക്കും സ്ഥലമേ. നമ്മൾ കൺവെൻഷൻ കഴിയുമ്പോൾ 2 സെന്റ് വെച്ച് മേടിക്കും. അദ്ദേഹം 2 സെന്റ് വെച്ച് വിറ്റു. മുണ്ടക്കയത്തിനടുത്ത് പുഞ്ചവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് അയാൾ താമസിക്കുമ്പോൾ ബഹുമാന്യൻ താമസിക്കുന്നിടത്ത് ഞാൻ പോയിട്ടുണ്ട്. 2 സെന്റ് സ്ഥലമേ അവസാനം ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തൊരു ചർച്ച്, അതിനകത്തൊരു 2 ബെഡ്റൂമ്, ഒരു ബാത്റൂം, ഒരു കിണർ, ഒരു ബൈക്ക് വെക്കാനുള്ള സ്പേസ്, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അവസാനം 2 സെന്റ്. ബാക്കിയൊക്കെ വിറ്റു കൺവെൻഷൻ നടത്തി. നല്ല ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത മനുഷ്യൻ ഈ 2 സെന്റ് വിറ്റ് വെച്ച് കൺവെൻഷൻ നടത്താൻ കാരണം എന്താണ്? പോക്കറ്റിലെ കാശ് പോകുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലാത്തതിന്റെ കാരണം എന്താണ്? ഇഷ്ടംപോലെ അച്ചടിച്ച് വെച്ചത് കൊണ്ടല്ല, പിന്നെ എത്ര നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. എന്റെ സ്നേഹിതർ, ഹല്ലേലൂയ, എന്റെ അയൽവാസികൾ, എന്റെ വേഷക്കാർ, സാത്താനും അവന്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കിയ നിത്യ നരകത്തിൽ ചെന്ന് അയ്യം വിളിക്കാൻ പാടില്ല എന്നുള്ള ഇന്നസെന്റായ ആഗ്രഹമാണ് ഈ കത്തുന്ന ബൾബും ഈ സൗണ്ടും ഈ പ്രസംഗവും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഷെയർ ഒരിക്കൽ കൂടി ആ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഇന്നലെ അപ്പുറത്തൊരു സ്ഥലമാണ് സുന്ദരമായ സ്ഥലം, അതിന് പേര് സ്വർഗ്ഗമാണ്. അതിന്റെ പ്രത്യേകത എന്താ? അവിടെ കണ്ണുനീരില്ല എന്നുള്ളതാണ്. ഓ, കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലെന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പഴയ പാട്ടാ. സ്തോത്രം. ഇടയ്ക്ക് 1-2 പാട്ടുകളൊക്കെ ഞാൻ പാടും. ഓ, കണ്ണുനീരില്ല അവിടെ ദുഃഖ. അവര് വായിച്ചോളും, ഇങ്ങോട്ട് നോക്കൂ. അതിനേക്കാൾ സൗണ്ടില്ല ഞാൻ പാടും. വിലാപങ്ങളുമില്ലെന്ന് നിത്യാനന്ദമുള്ള സന്തോഷ നാടതിനായി ഉള്ളമോ വാഞ്ചിക്കുന്നേ. ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. ശാലേം ദൂരെ ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ. താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. ശാലേം ദൂരെ ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ. താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. വേല തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളാ. വേല തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളായി സാക്ഷികളായി എന്നെ ചുറ്റും പൊൻചിറകു വീശി പറന്നു പാടി ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. ശാലേം ദൂരെ ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ. താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലെന്ന്. കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലെന്ന്. നിത്യാനന്ദമുള്ള സന്തോഷമാടവിനായി ഉള്ളമോ വാഞ്ചിക്കുന്നേ. ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. ശാലേം ദൂരെ ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ. ഓ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. ശക്തിയുടെ ഒരു സ്വോത്രം എന്ന് പറഞ്ഞു. എന്താ? കണ്ണുനീരില്ല അവിടെ ദുഃഖ വിലാപങ്ങളുമില്ലെന്ന്. കണ്ണുനീരുമില്ല, ദുഃഖവുമില്ല, വിലാപവുമില്ല. പിന്നെ എന്നാ ഉള്ള? നിത്യാനന്ദമുള്ള സന്തോഷ നാടതിനായി ഉള്ളമോ വാഞ്ചിക്കുന്നേ.
ഞാൻ യാഹേ സ്തുതിച്ചിടുമേ. എത്ര മനോഹരമായ സ്ഥലം. കുഞ്ഞാടതിന്റെ വിളക്കാണ്. കഷ്ടതയില്ലാത്ത നാട്, അന്ധതയില്ലാത്ത നാട്, പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, തേജസ്സുള്ള സ്ഥലം, മാസാമാസം ഫലം കായ്ക്കുന്ന സുന്ദരമായ സ്ഥലം. സ്തോത്രം. കരച്ചിലില്ല, പല്ലുകിടിയില്ല, ആനന്ദം മാത്രം. ഗ്ലോറി ടു ഗോഡ്. അവർ അവന്റെ മുഖം കാണും. പണ്ടൊരിക്കൽ ഒരാൾ ചോദിച്ചു, എനിക്ക് നിന്റെ മുഖം കാണാമോ? ഇല്ല. 40 ലക്ഷം പേരെ നടത്തിയ മോശയോട് പറഞ്ഞു, ഞാൻ പോകുമ്പോ എന്റെ പിൻഭാഗം നിന്നെ കാണിക്കാം, മുഖം കാണിക്കാൻ പറ്റില്ല. എന്ന വെളിപ്പാടിൽ പറയുന്നു, അവർ അവന്റെ മുഖം കാണും. സ്തോത്രം. തമ്പുരാന്റെ മുഖം കണ്ട് ആരാധിക്കുന്ന സുന്ദരമായ സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. ഇന്ന് രാത്രി അവിടെ പോകാൻ കൊതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? somebody shout hallelujah. അവിടെ പാർക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ യോഗം വെച്ചത്. സത്യം പറഞ്ഞതിന്റെ മുമ്പിൽ എത്ര ദിവസത്തെ കഷ്ടപ്പെടണമെന്നറിയോ? നിങ്ങൾ വന്നപ്പോൾ സുന്ദരമായ ഒരു പന്തൽ, മനോഹരമായ കസേര, ചൂടടിക്കാതിരിക്കാൻ സുന്ദരമായ ഫാൻ, എല്ലാ സംവിധാനം ഉണ്ടെങ്കിലും ഇതിന്റെ പിമ്പിൽ എത്ര ദിവസത്തെ കഷ്ടപ്പെടാം. എന്നെ വിളിച്ചിട്ട് 2-3 മാസമായി. ഫോട്ടോ ഫ്ലെക്സ് എത്ര എടുത്ത് വെച്ചെന്നറിയാമോ? ഇത് പ്രസംഗിക്കണമെങ്കിൽ മാക്സ് ആക്ഷൻ വേണം. എത്ര ദിവസത്തെ കഷ്ടപ്പെടാമെന്നറിയോ? എന്താണെന്നറിയോ? ഈ രാജ്യത്ത് നിങ്ങളെ കൊണ്ടുവെക്കാനുള്ള സ്നേഹത്തിന്റെ പിമ്പിൽ, ആ സ്നേഹത്തിന്റെ പിമ്പിൽ എടുത്തൊരു കഷ്ടപ്പാട്. ഹല്ലേലൂയ. പക്ഷെ കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ഇനിയും നടത്താൻ നിയോഗം ഉണ്ടെങ്കിൽ അടുത്ത വർഷം കർത്താവ് വീണ്ടും നടത്തും. കാരണം ആ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്റെ ചിന്ത, ആ രാജ്യത്ത് പോകാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? സ്തോത്രം. ഇവിടെ പൗൽ പറയുന്നു, നിത്യജീവൻ ആധാരം സമ്പത്തല്ല, ഫിനാൻസ് അല്ല. എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത സ്വർഗം വാങ്ങാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഇല്ല, പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അല്ലേ തന്നെ പണം കൊടുത്ത് വാങ്ങാൻ ഒരാൾ ആഗ്രഹിച്ചാൽ തന്നെ സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ കാശുള്ള ഏത് സമ്പന്നനാ ലോകത്തുള്ള? ഇല്ലേ? ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് എരുമക്കാടാണ്. ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരെല്ലാം മൃഗങ്ങളുടെ പേരാ. താമസിക്കുന്ന സ്ഥലം എരുമക്കാട്. ഇറങ്ങുന്ന ജംഗ്ഷന്റെ പേര് നാൽക്കാലിക്കൽ. അതിന് തൊട്ട് മുമ്പത്തെ ജംഗ്ഷന്റെ പേര് കോഴിമല, കോഴിപ്പാലം. കോഴിമല, കോഴിപ്പാലം, നാൽക്കാലിക്കൽ, എരുമക്കാട് എല്ലാം മൃഗങ്ങളുടെ പേരാ. എന്നിട്ട് പോലും സെന്റിന് 2 ലക്ഷം രൂപയാ സ്ഥലത്തിന്. മൃഗങ്ങളുടെ പേരായിട്ടും സെന്റിന് 2 ലക്ഷം. ആ 2 ലക്ഷം കൊണ്ട് ഞാൻ ചെങ്ങന്നൂർ പോയാൽ കിട്ടില്ല. കാരണം പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഫെസിലിറ്റി കൂടുക. ഫെസിലിറ്റി കൂടുന്നതനുസരിച്ച് പണം കൊടുത്തേ പറ്റൂ. അവിടെ ചെങ്ങന്നൂർ 1 സെന്റ് സ്ഥലം വാങ്ങുന്ന കാശ് കൊണ്ട് എനിക്ക് കൊച്ചി കിട്ടില്ല. സീപോർട്ട്, എയർപോർട്ട്, മെട്രോ, റെയിൽവേ സ്റ്റേഷൻ 2 ബസ് സ്റ്റേഷൻ, പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ, KSRTC, ലൂലു എന്ന് വേണ്ട സംവിധാനങ്ങൾ കൂടുതലാ. പറ്റില്ല. അവിടെ വാങ്ങുന്ന പൈസ കൊണ്ട് ഒരു സ്ഥലം ബോംബെ മേടിക്കാൻ പറ്റില്ല. എന്താ? ഫെസിലിറ്റി കൂടും. ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ റേറ്റ് വ്യത്യാസം വരുമെങ്കിൽ നിങ്ങൾ പറ, പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, തങ്ക തെരുവീതി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വീതി സ്വച്ഛം, സ്ഫടിക തുല്യം, തങ്ക നിർമ്മിതമായ പട്ടണം. കാശ് കൊടുത്ത് വാങ്ങാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ വാങ്ങാൻ സമ്പത്തുള്ള ഏത് മനുഷ്യനാവുള്ളൂ. പണ്ട് ഗോസ്പൽ വർക്കുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ഫ്രണ്ടോടെ ഒരു വീട്ടിൽ സുവിശേഷത്തിന്റെ ട്രാക്റ്റുമായി പോയത് ഓർക്കുന്നു. ഒരു വലിയ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാ ചെന്ന് ഞങ്ങൾ ബെല്ലടിച്ച്. അയാൾ ചോദിച്ചു, ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തിനാ വന്നത്? ഞങ്ങൾ പറഞ്ഞു, സുവിശേഷം, ഗോസ്പൽ പറയാൻ വന്നതാ. അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ഗോസ്പലിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം അടുത്ത 3 തലമുറ വരെ തിന്നാൽ തീരാത്ത പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് വീട് കണ്ടാലും നമുക്കറിയാം. ഒരാടം വരെ കൊട്ടാരം കയറ്റിയില്ല, ഇറങ്ങിപ്പോന്നു. ചർച്ചക്കോട്ടെ ഒരു പാസ്റ്ററിനോട് ഉണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ അതേ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വൈഫിന് എനിക്ക് മനസ്സിലായി. ഈ സിസ്റ്റർ പുറകെ വന്ന് ഒരു തോണ്ടൽ തോണ്ടിട്ട് ചോദിച്ചു, അനീഷ് പാസ്റ്റർ അല്ലയോ? അവർക്ക് എന്നെ അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ആരാ? ഞാൻ ഇന്നിടത്തെ പുള്ളിക്കാരി. സത്യം പറഞ്ഞ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറി, ആളിന്റെ ഷേപ്പേ മാറി. ഞാൻ പറഞ്ഞു, എന്തോ പറ്റിയ അമ്മ? ഇല്ല, അച്ചായന് സുഖമില്ല. എന്തോ പറ്റി അച്ചായന് പറ്റിയ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഓക്സിജൻ നേരിട്ട് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്തു? പോയി. ഇപ്പൊ സ്വീകരിക്കാം, പക്ഷെ കുറ്റിക്കകത്താക്കിയേ സ്വീകരിക്കാൻ പറ്റും. സ്തോത്രം. നേരിട്ട് വലിച്ചപ്പോ പൈസ കൊടുത്തില്ലെങ്കിലും ഇത് കുറ്റിക്കകത്ത് കയറിയപ്പോ പൈസ എന്ത് ചെയ്യണം? കൊടുക്കണം. 3 തലമുറ വരെ തിന്നാ തീരത്തില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ
അയാളുടെ തലമുറയിൽ പാപ്പരായി. ഞങ്ങൾ 3 പേരെ വീട്ടിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് 3 പേർക്ക് വെള്ളം കുടിക്കാൻ തന്ന ഗ്ലാസ് 3 ടൈപ്പാ. ഒന്ന് പൊക്കമുള്ളത്, ഒന്ന് പൊക്കം കുറഞ്ഞത്, ഒന്ന് മീഡിയം സൈസ്. ഇരിക്കാൻ തന്നത് ഒരു ബെഞ്ച്. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞേ, ഒരു ചെറിയ മൂക്കിപ്പനി വന്നാൽ നിന്റെ സമ്പാദ്യം ആമ്പിള്ളാര് കൊണ്ടുപോകും. അത് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല സ്വർഗം. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഒരു എക്സാമ്പിൾ കൂടെ തമ്പുരാൻ പറഞ്ഞു. അതിന്റെ തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആമേൻ. ഒരു ഉപമയും, മേലീ പറഞ്ഞ വിഷയത്തോട് ബന്ധത്തിൽ ഒരു ഉപമയും അവരോട് പറഞ്ഞത്. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യും? കാരണം എന്താ? ഇഷ്ടംപോലെ വിളഞ്ഞു. എന്റെ വിളവ് കൂട്ടി വെക്കാൻ സ്ഥലം പോരാ എന്ന് ഞാൻ ഉള്ളിൽ വിചാരിച്ചു. എന്നിട്ടോ പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്ത്? എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകകളും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ടോ എന്നോട് തന്നെ പറയാ, മോനേടാ കുഞ്ഞെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അടുത്ത വാക്യം തമ്പുരാൻ പറയാണ്, രാത്രിയിൽ ദൈവമോ അവനോട് ഒരു വിളി വിളിച്ച് കേട്ടോ, മൂടോ മൂടോ. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ ആള് മിടുക്കന്നെ. കാരണം എന്തെല്ലാം ഉണ്ടാക്കി. അരമനകൾ പണിതു, കൊട്ടാരങ്ങൾ പണിതു. സ്തോത്രം. വസ്തുവക പലയിടത്ത് കൂട്ടിവെച്ചു. മാനുഷികമായ ദൃഷ്ടിയിൽ പറഞ്ഞാൽ സക്സസ്ഫുൾ മാൻ, സമ്പാദിച്ച മനുഷ്യൻ. പക്ഷെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ തമ്പുരാൻ വിളിച്ച പേര് മൂടാ. ഇവിടെ നോക്ക്, ലിസൺ, ലിസൺ ടു മീ, പ്ലീസ് ലിസൺ. ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിന്നെയും തമ്പുരാൻ റിസൾട്ട് പറഞ്ഞു വിളിക്കുന്ന ഒരു വിളി, ഒരു വിളി, ഒരു വിളി ഉണ്ട്. ഒന്നാമത്തെ പുസ്തകമാണ് ഉൽപ്പത്തി. അതിൽ ജീവിച്ച മനുഷ്യന്റെ പേര് ലോത്ത്. 61ാമത്തെ പുസ്തകത്തിൽ ലോത്തിനെ വിളിച്ച പേര് കേൾക്കണോ? വാലഞ്ഞു പോയ നീതിമാൻ. റിസൾട്ട് പറയുന്ന, ഏലപ്പാറയുടെ പ്രസംഗത്തിന് വരെ കണക്ക് പറയുന്ന, റിസൾട്ട് പറയുന്ന ഒരു സുദിനമുണ്ട്. അന്നത്തെ വിളിയാ വിഷയം. ഇന്നത്തെ അപ്രീസിയേഷന് ഒരു പ്രാധാന്യമില്ല. അന്നത്തെ വിളിക്കാ പ്രാധാന്യം. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ആ വിളിയാണ് പ്രാധാന്യം. ഇന്നിപ്പോ നമ്മൾ എന്ത് വിളിച്ചാലും പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. കേൾക്കുമ്പോൾ ഒരു സന്തോഷം എന്നതിനപ്പുറം ഒരു ഗുണവുമില്ല. പക്ഷെ ആ വിളി, അതാണ് പ്രധാനപ്പെട്ട വിളി. ലോകപ്രകാരം കൊള്ളാവുന്ന ആളാന്ന് തോന്നിയെങ്കിലും തമ്പുരാന്റെ കണക്കെടുപ്പിൽ ഒറ്റ വിളിയായിരുന്നു, മൂടോ മാടയോ. അതാ കർത്താവിന്റെ കണക്കെടുപ്പ് ഭയങ്കര. ബൈബിളിനകത്ത് ഒരു ഓഫറിംഗ് ഉണ്ട്. ലിസൺ, ബൈബിളിനകത്ത് ഒരു ഓഫറിംഗ് ഉണ്ട്, ഒറ്റ ഓഫറിംഗ്. ആ ഓഫറിംഗിൽ പൈസ ഇട്ടത് 100ഓളം പേര്, ഒത്തിരി പേര് പൈസ കിട്ടും. നിങ്ങൾക്കറിയാമോ? ആ ഓഫറിംഗിനകത്ത് തമ്പുരാൻ സർട്ടിഫൈ ചെയ്ത ഒറ്റ ഓഫറിംഗേ ഉള്ളൂ. വിധവയിട്ട് 2 കാശ്. ഇത് പക്ക. ലിസൺ, ലിസൺ, ഇത് പക്ക. ഈ 2 കാശ്, ഇത് പക്ക. ഇത് പക്കായാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതോ അല്ലെന്നല്ലേ? ഇത് കറക്റ്റ്. ഇവള് കൂടുതൽ ഇട്ടു, ഇവള് മൊത്തം ഇട്ടു എന്ന് പറഞ്ഞാൽ ബാക്കി 99 വിട്ടതോ? അതിനർത്ഥം ആ ഓഫറിംഗിൽ പരമാർത്ഥമായി ചെയ്തത് ഒറ്റ ഒരെണ്ണം. അങ്ങനെ ഓരോ ഓഫറിംഗിന്റെ കണക്കെടുക്കുമെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമല്ലയോ? ഈ രാത്രി യൂട്ടേൺ ചെയ്യണം. ചുമ്മാ സ്ലൈഡ് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞാൽ പറ്റുന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പോയാൽ പറ്റത്തില്ല. യൂട്ടേൺ ചെയ്യണം. സ്വർഗരാജ്യമാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ, നിത്യജീവനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഇന്ന് രാത്രി യൂട്ടേൺ ചെയ്യാൻ തയ്യാറാവണം. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. രക്തം ചെയ്യാം. അപ്പത്തന്നെ കണക്ക് പറഞ്ഞു. ഞാൻ അവർക്ക് വരുന്നത്, കർത്താവ് ആ ഓഫറിങ് നോക്കി. ഞങ്ങൾ സാധാരണ ഓഫറിങ് നോക്കാറില്ല.
ഞങ്ങൾ നോക്കാറില്ല എന്ന് നോക്കിപ്പോയാൽ ഞങ്ങൾക്ക് വിഷമം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് ഗ്ലോറി ഹല്ലേലൂയ വിഷമം വരും. 50,000 ഇടാൻ നിവൃത്തിയുള്ളവന് 5 കൊണ്ട് വരുമ്പോൾ കണ്ണ് നിറയത്തില്ലയോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നോക്കാതെ എല്ലാം ഏൽപ്പിക്കുക. ഗ്ലോറി കർത്താവ് നോക്കി, കൃത്യമാണോ കുഞ്ഞൂട്ടി, കുഞ്ഞച്ചൻ കൃത്യമാണോ, നങ്കച്ചൻ കൃത്യമാണോ നോക്കിയപ്പോ ഒന്നിന്റെ കൃത്യം. ഇന്നലേക്ക് നാളെ കണക്ക് പറയും, നിന്റെ റിസൾട്ട് പറയും. സ്തോത്രം. നീതിപ്രസംഗിയായ നോഹ തൊട്ട് മേളത്തെ വാക്യത്തിലുണ്ട്, അയാളെ വിടുവിച്ചെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴത്തെ വാക്യത്തിലാ പറയുന്നത്, വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. 1-ാമത്തെ പുസ്തകത്തിൽ ജീവിച്ച അബ്രഹാമിനെ കുറിച്ച് എബ്രായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ മരിച്ചു. 365 വയസ്സുള്ള ഒരു കൊച്ചു മനുഷ്യനുണ്ട്, ഹാനോക്ക്. അയാളെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ പറയുന്നു, അയാൾ ദൈവത്തിന്റെ കൂടെ നടന്നു. എപ്പോഴാ എഴുതിയത്? മോശയാ. മോശെ ഹാനോക്കിനെ കണ്ടിട്ടുണ്ടോ? മോശ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു ദൈവത്തിനോട് നടന്നെന്ന്? പാസ്റ്റർക്ക് അറിയാലോ, ഇത് മൊത്തം തന്നത് ദൈവമാ. അങ്ങനെയെങ്കിൽ തമ്പുരാൻ പറഞ്ഞു ആൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. രക്തസാക്ഷിയം. ഇത് മോശയുടെ കണ്ടുപിടുത്തമല്ല, ദൈവം പറഞ്ഞു എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. ഇന്ന് രാത്രി ചാലഞ്ച് ചെയ്യുക, നമ്മൾ ദൈവത്തിന്റെ കൂടെ ഉണ്ടോ? ചിലപ്പോ ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ ദൈവം സമ്മതിക്കണം. ഇന്ന് രാത്രി അങ്ങനെ സമ്മതിക്കുന്നെങ്കിൽ അതാണ് റിസൾട്ട്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പൊ ലോകപ്രകാരം കൊള്ളാന്നൊക്കെ പറഞ്ഞ ആളാണെങ്കിലും തമ്പുരാൻ വിളിച്ച വിളി ഒറ്റ വിളിയാ. എന്ത്? ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ ഗതി. ഞാൻ ഈ ഭാഗം എടുത്തപ്പോൾ ഇയാളെ മൂടാന്ന് വിളിക്കാൻ കാരണം എന്താ നോക്കിയപ്പോ 5 കാര്യങ്ങളാ മൂടാന്ന് വിളിക്കാൻ കാരണം. 1, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാവും. മനുഷ്യന്റെ അധ്വാനത്തിന് അവനോട് ഒന്നും കൂട്ടാൻ കഴിയുന്നില്ല. അപ്പൊ കൊടുക്കുന്നത് ദൈവമാ. പക്ഷെ ഇയാൾ അവിടെ ദൈവം എന്നൊരു വാക്ക് പോലും ഉണ്ടോ? ഇല്ല. അയാൾ പറയുന്നത് എന്റെ ഭൂമി നന്നായി വിളഞ്ഞു, എന്റെ വിളവ് നന്നായി വിളഞ്ഞു, എനിക്ക് കൂട്ടി വെക്കാൻ സ്ഥലം പോരാ, ഞാൻ ഇത് ചെയ്യും, ഞാൻ ദൈവം എന്നൊരു വാക്കുപോലും വേണ്ടുന്നില്ല. എന്റെ പ്രിയരേ, എന്റെ ഈ വെട്ടുന്ന റബ്ബറിന് പാല് വരണമെങ്കിൽ പോലും തമ്പുരാൻ കനിയണം. അതുകൊണ്ട് യോഗം മുടക്കി ഒന്ന് വെട്ടാൻ പോകും. നീ പകലന്തിയോളം വെട്ടിയാൽ തമ്പുരാൻ കരിഞ്ഞാലേ സാധനം വരും. സ്തോത്രം. ദൈവം എന്നൊരു വാക്ക് വേണ്ടിയില്ല. അടുത്ത കാര്യം കേൾക്കണം. എനിക്ക് അനവധി സമ്പത്തുണ്ട്, ഏറിയ ആണ്ടുകൾ, അല്ലേ? അങ്ങനെയാ പറയുന്നേ. ഒന്ന് വായിച്ചേ. കളപ്പുര. അതിനകത്ത് അയാൾ പറഞ്ഞ വാക്ക് കേട്ടോ, ഏറിയ ആണ്ടുകൾ. ഞാൻ ചോദിച്ചു ഏറിയ ആണ്ടെന്ന് പറഞ്ഞ് എത്ര ആണ്ടാ? ഏറിയ ആണ്ടുകൾ. ഞാൻ പറഞ്ഞു കാലം പറയാം. ഇല്ലില്ല, ഏറിയ ആണ്ടുകൾ. ബൈബിൾ പറയുന്നു 70 ആയാൽ 70, ഏറെ ആയാൽ 80. ഇയാൾ പറഞ്ഞതോ എന്ന് പറഞ്ഞാൽ 70-ലും 80-ലും ഒന്നും. അതിനർത്ഥം അറിയോ? മരണം മറന്നുപോയെന്ന. മരണം. സ്തോത്രം. ഒരു പാട്ടൂടെ ഞാൻ പാടും, ഒരു പാട്ടൂടെ പാടി ഇടയ്ക്ക്. മരണം മറന്നു. അതാണ് പലർക്കുമുള്ള അബദ്ധം. അറിയത്തില്ല മരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. സ്തോത്രം. ഈ മനുഷ്യന്റെ വാക്കാ. ഏറിയ ആണ്ടുകൾ എന്ന് പറഞ്ഞ് മരണം മറന്നു. പ്രൈസ്തലോ. ഞങ്ങൾ ഈ പരസ്യോത്തരൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ പാടുന്നതിന്റെ പാട്ടുണ്ട്. മനുഷ്യ നീ മണ്ണാകും, മണ്ണോട് ചേർന്നിടും. കേട്ടിട്ടുണ്ടോ? ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോട് ചേർന്നിടും. ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോട് ചേർന്നിടും. ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. നിന്റെ സിംഹാസനം യാഗമായിടണം. നിന്റെ സമ്പാദ്യം
വേഷം മാറ്റൂ. മനുഷ്യ നീ മണ്ണാകും, മണ്ണോട് ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോട് ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. ഭൂമി പാർക്കുന്ന നമ്മളെല്ലാം മണ്ണാവും. എൻ്റെ അപ്പൻ്റെ പേര് TP പൗലോസ്. 2014 ഇവിടെ വിട്ടുപോയത്. ഒരു ക്യാൻസർ ആയിരുന്നു. 14 ഓഗസ്റ്റ് മാസം അത് ഡയഗ്നോസ് ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ കൺഫേം ചെയ്തു 4th സ്റ്റേജ്. എന്നിട്ട് പറഞ്ഞു 19-ാം തീയതി കൊണ്ടുവരണം. 19-ാം തീയതി രാവിലെ അവരെന്നെ വിളിച്ചു. അപ്പ കൊണ്ടുവരുമ്പോൾ ഉണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ലായിരുന്നു. അന്ന് അപ്പൻ്റെ അടക്കവൻ. അവർക്കറിയാമല്ലോ എന്നാ പോകുന്നത്. എലിമക്കാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ IPCയിലായിരുന്നു എൻ്റെ ഫാദറിൻ്റെ മെമ്പർഷിപ്പ്. അന്നത്തെ സെൻറ്റർ പാസ്റ്റർ TJ മോഹൻചൻ അവർ വന്ന് എൻ്റെ അപ്പനെ കൊണ്ടുപോയി അവരുടെ സെല്ലിൽ കൊണ്ടുവച്ചു. കുത്തി താഴെയിട്ട് കാണും. ആൾ മണ്ണായിപ്പോയി. 63-ാമത്തെ വയസ്സിൽ നീയോ ദാനിയേലേ പോകുമെന്ന് പറഞ്ഞു കൊണ്ടുവച്ചതാ. ഇപ്പൊ മണ്ണായിക്കാണ്. മരണം മറന്നു, ദൈവത്തെ മറന്നു. ഇനി 3, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ. നിത്യതയെക്കുറിച്ചൊരു വാക്ക് മിണ്ടുന്നില്ല. നിത്യത മറന്നു, കുടുംബക്കാരെ മറന്നു, എന്നോട് തന്നെ എനിക്കേറിയ ആണ്ടുകൾ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ മനുഷ്യന്റെ ഇംഗിതം, ഉള്ളിന്റെ ഉള്ളറയിലെ ചിന്ത മനസ്സിലാക്കിയിട്ട് തമ്പലെ കാച്ചി കുറുക്കി വിളിച്ചൊരു പേരാണ് രാത്രി ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഓർത്തോണം, എവിടെ ചെന്ന് വൈൻഡപ്പ് ചെയ്യും. ഞാനൊരു പരമാർത്ഥം പറയും. ചർച്ചിനകത്തുള്ള മെമ്പർഷിപ്പ് കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിക്കരുത്. മെമ്പർഷിപ്പ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അല്ല. ചർച്ചിന്റെ ക്രമീകരണങ്ങൾ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയുള്ള സാധനമാണ് മെമ്പർഷിപ്പ്. കൊച്ചുങ്ങളെ സമർപ്പിക്കണമെങ്കിൽ മെമ്പർഷിപ്പ് ഉള്ളവന്റെ കുഞ്ഞിനെ ഞങ്ങൾ സമർപ്പിക്കും. അല്ലാത്തവന് സമർപ്പിക്കാൻ പോയാൽ ഓടി നടന്ന് സമർപ്പിക്കേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് ഉള്ളവന്റെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കും, സമർപ്പിക്കും. അതിനായത് അവന് 18 വയസ്സാകുമ്പോൾ 17 വയസ്സാകുമ്പോൾ +2 കഴിയും. +2 കഴിയുമ്പോഴത്തേക്കും അവനെ മുക്കും. മാക്സിമം +2 ഞങ്ങൾ മുക്കും. കാരണം പിന്നെ അവൻ പോയ കോളേജിലോട്ടാണ്. അവൻ ഞങ്ങളെ മുക്കുന്നല്ലത്, പിന്നെ അവനെ മുക്കാൻ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അമ്മയുടെ അപ്പൻ്റെയൊക്കെ നിർബന്ധം കൊണ്ട് 17 വയസ്സാകുമ്പോൾ ഞങ്ങൾ അവനെ മുക്കും. പിന്നെ നേരെ ചൊവ്വയൊക്കെ ആണെങ്കിൽ കല്യാണം ഞങ്ങൾ നടത്തും. അത് നേരെ ചൊവ്വയൊക്കെ ആണെങ്കിൽ. ചില കല്യാണങ്ങൾ ഞങ്ങൾ നടത്തത്തില്ല, മനഃപൂർവ്വം ഒഴിയും. കാരണം അത് നടത്തിപ്പോയാൽ ആ പഞ്ചായത്തിലെ എല്ലാ കല്യാണവും എന്ത് ചെയ്യേണ്ടി വരും, നടത്തേണ്ടി. ചില കുരുക്കം കല്യാണങ്ങളുണ്ട്, ചില കുരുക്കം കല്യാണങ്ങൾ നേരെ ചൊവ്വയാണെങ്കിൽ നടത്തും. പിന്നെ ഇതുപോലെ സുന്ദരമായ ഭവനമൊക്കെ വെച്ചാൽ മെമ്പർഷിപ്പ് ഉള്ളവൻ്റെ ഭവനം ഞങ്ങൾ പ്രതിഷ്ഠിക്കും. 5-ാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ചാകുമ്പോൾ ഞങ്ങൾ കൊണ്ടടക്കും. അതിനുവേണ്ടി നേരത്തെ തന്നെ സെല്ല് അവൻ്റെ ഇന്ന് കാശ് മേടിച്ച് ഞങ്ങൾ സെല്ല് പണിത് വെച്ചിട്ടുണ്ട്. നിന്നെ അടക്കാനുള്ള സെല്ല്. സ്തോത്രം. ഈ 5 കൂട്ടം കാര്യമുള്ളൂ. പിന്നെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ തൊട്ടപ്പുറത്തൊരു ഫെയ്ത്ത് ഹോം ഉണ്ട്, പാഴ്സണേജ്. അതിൻ്റെ കൊച്ചുമുറിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുവന്നൊക്കെ നാളാണ്. പലർക്കും അറിയത്തില്ല. പലരെയും മനസ്സിലെ ചിന്ത പുള്ളി നമുക്ക് ഈ എയർപോർട്ടിൽ നാളെ കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളാണ്. അല്ല, പുള്ളിക്കാരെ പാല് മേടിക്കാനൊന്നും അല്ല. നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഓഫീസിൽ നിന്ന് വിട്ട ആളാണ് അദ്ദേഹം. സ്തോത്രം. അദ്ദേഹം അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. ഞായറാഴ്ച എന്ത് പറയണമെന്ന് ദൈവത്തോട് ചോദിക്കും. അപ്പം ദൈവം പറയും, ഈ ഞായറാഴ്ച ഈ സങ്കീർത്തനത്തിൽ നിന്ന് പറയണം, ഈ ഞായറാഴ്ച ഈ ലേഖനത്തിൽ നിന്ന് പറയണം എന്ന് പറയും. അത് സൺഡേ ഇപ്പുറത്ത് വന്നെന്ന് പറയും. പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം പറയുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ജീവിച്ചാൽ യേശു വരുമ്പോ അല്ലെങ്കിൽ മരിക്കുമ്പോൾ പോകാം. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് മെച്ചമൊന്നും എന്നോട് നിങ്ങളുണ്ടോ? മനസ്സിലാകുന്നവർക്ക് കർത്താവിന് സ്തോത്രം. അതിനിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ആര് കേൾക്കുന്നില്ലയോ? പരസ്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പാസ്റ്റർമാരുടെ ക്രൈറ്റീരിയ ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊരു ശുശ്രൂഷകൻ വന്നാൽ അഭിഷേകമുള്ള ആളാണോ, അതായിരുന്നു നോട്ടം. കൃപയുള്ള ആളാണോ, ഇപ്പൊ അതിനപ്പുറം ഒന്നുകൂടെ ഉണ്ട്. പ്ലസ് പാസ്റ്ററാണ്, കൃപയുണ്ട്, ഗ്ലോറി, ശരി. പ്ലസ് ഡ്രൈവിംഗ് അറിയാമോ, പ്ലസ് പല കാര്യങ്ങളുണ്ട്. ഒക്കെ നോക്കി എടുക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉപദേശിക്കാൻ വരുന്ന പുള്ളിക്കാരന് ഡ്രൈവിംഗ് ഒരു വിഷയമാണോ? അപ്പൊ ഒരു വിളി വിളിച്ചു മൂടാ
രാത്രി ഈ ചിന്ത മനസ്സിൽ കിടക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ കാര്യം തീർക്കുന്ന നാളിൽ റിസൾട്ട് പറയുന്ന ഒരു സുദിനമുണ്ട്. നീ ഒരുക്കി വെച്ച് ദാർക്കാകും. ഫിനാൻസ് കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ലെന്നുള്ളതിന്റെ തെളിവ്. ഇനി രണ്ടാമത്, നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞൊരു ധനവാനിൽ ലാസർ. ധനവാനെ കുറിച്ച് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചൊരു മനുഷ്യനായി മനുഷ്യൻ ധനവാൻ. യാതനാസ്ഥലത്തായിപ്പോയി. മേളിലെങ്ങനെ വേണം ഞാൻ പുള്ളിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കാരണം അതിനുള്ള ക്വാളിറ്റി പുള്ളിക്കൊണ്ടായിരുന്നു. സ്തോത്രം. നായ്ക്കൽ വന്ന് വ്രണം നക്കുന്ന രോഗിക്ക് മരണം വരെ കിടക്കാൻ സിറ്റൗട്ട് കൊടുത്ത ആളായി മനുഷ്യൻ. പഠിപ്പുര നമ്മള്. സ്തോത്രം. നായ്ക്കൽ വന്ന് വ്രണം നക്കുന്ന രോഗിക്ക് കിടക്കാൻ കിടക്കപ്പാടം കൊടുത്തു. എവിടെ? പഠിപ്പുര. കൊട്ടാരത്തിന്റെ പഠിപ്പുര. ഒരു ഭിക്ഷക്കാരന്. ഗ്ലോറിയൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അതുമായി ബന്ധപ്പെടുത്തില്ല. നമ്മൾ ഒത്തിരി ഡിഫറൻറ്റാ, വളരെ ഡിഫറൻറ്റ്. നമ്മൾ ഈ പാട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരാ. നമ്മൾ ഈ പാട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവർ. മുറ്റും ഞാൻ ഭൂനിക്ഷേപം മുഴുവൻ. പാട്ടിനകത്ത് കേട്ടോ നിങ്ങൾ, ഈ ഭൂനിക്ഷേപത്തിന്റെ ഒരു ഭാഗമൊന്നല്ല, പിന്നെ പാട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവർ. നമ്മളിപ്പോൾ ഈ പാട്ടൊക്കെ പാടിയാൽ കർത്താവ് കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നടത്തുനിന്നാ കേട്ടോ, വേണ്ട. അങ്ങനെ അവർക്ക് തമ്പുരാന് മനസ്സിലായി. സ്തോത്രം. നല്ല ധനവാൻ. മരണം വരെ ഫുഡ് കൊടുത്തു, മരണം വരെ കിടപ്പാടം കൊടുത്തു. 5 ബ്രദേഴ്സ് പറഞ്ഞില്ല, എടാ നോക്കടാ പാവപ്പെട്ടവനാടാ, ചാരിറ്റി എടാ, ചാരിറ്റി എടാ, പാവപ്പെട്ടവനാടാ നോക്കടാ, പറഞ്ഞില്ല. മരിച്ചു. 2 പേരും മരിച്ചു. ലാസറിന് കരയാൻ പോലും ആരുമില്ലായിരുന്നു. അടക്കി. ധനവാനോ കരയാനും പിടിക്കാനും ആൾക്കാർ. 2 പേരും. ഈ അടക്കത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. സമയം ഒത്തിരി മുമ്പോട്ട് പോയി, വളരെ ഫാസ്റ്റായിട്ട് പോയി. ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ്റെ പുതുപ്പള്ളിയിലെ ശുശ്രൂഷയിൽ കാലഘട്ടത്തിൽ 2 പേര് മരിച്ചു. ഒന്ന് വാഴയില വെട്ടി വിൽക്കുന്ന ഒരു അമ്മച്ചി, വാഴയില വെട്ടി കടയിൽ കൊണ്ടു കൊടുക്കും ജീവിക്കുന്ന ഒരു സാധു മരിച്ചു. 20 മിനിറ്റ് കൊണ്ട് അടക്കം നടത്തി. 20 മിനിറ്റ്സ്. പാവപ്പെട്ട സ്ത്രീ അല്ലയോ, 20 മിനിറ്റ്സ്. അതേ ചർച്ചിൽ ധനാഠ്യനായ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ 4 മണിക്കൂർ കൊണ്ട് അടക്കി. ഈ അമ്മച്ചിയുടെ മോനൊക്കെ ചോദിച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലയോ ഈ 20 മിനിറ്റ് കൊണ്ട് അച്ഛൻ അടക്കിയത്, മറ്റേ പുള്ളിക്ക് 4 മണിക്കൂർ. അപ്പൊ അച്ഛൻ പറഞ്ഞു പോലും, അതല്ലടാ കുഞ്ഞെ, നിന്റെ അമ്മയ്ക്ക് 20 മിനിറ്റ് മതി, പുള്ളിക്കാരി അങ്ങ് പൊക്കോളും. മറ്റേത് 4 മണിക്കൂർ വീശിയാലും പോകത്തില്ല. അതുകൊണ്ടാ പോകുന്നെങ്കിൽ പൊട്ടെന്നോർത്തായി വീശ്. മനസ്സിലാക്കുന്നുണ്ടോ? മറ്റേത് 20 മിനിറ്റ്സ് മതി, ആളെത്തിക്കഴിഞ്ഞു. ലാസറിന്റെ അടക്കത്തിന് ആര് കരയാൻ, ആര് നിലവിളിക്കാൻ, ആര് പെട്ടിയെ പിടിക്കാൻ? കോൺട്രാക്ട് കൊടുത്തു കാണും, ഉടമ്പടിക്ക് ആളിനെ വിളിച്ചു കാണും. എടുക്കുന്നവനെ പെട്ടി അടക്കാടൻ നമുക്ക് പാവപ്പെട്ട നട ധനാട്ടിന്റെ വീട്ടിലെ ആളല്ലയോ, ആള് കാശ് മുടക്കി അടക്കിക്കാണും. 2 പേരും അടങ്ങി കഴിഞ്ഞു. ഒരാൾ പർദീസയിലും മറ്റൊരാൾ യാതനാ സ്ഥലത്തും. നിങ്ങൾക്കറിയാം, യാതനാ സ്ഥലത്ത് ചെന്ന ധനവാൻ നോക്കിയപ്പോ ഞെട്ടിപ്പോയി. എന്റെ ആനുകൂല്യം പറ്റിയവൻ മേളിലും, ഞാൻ ആനുകൂല്യം കൊടുത്തവൻ താഴെയും, മരണം വരെ ഫുഡ് കൊടുത്ത ഞാൻ താഴെയും, മരണം വരെ എന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച ലാസർ മേളിലും. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യും. ഉള്ളം പെടന്ന് കാണും. ധനവാന്റെ ചങ്ക് പടയും. നീയോ? യെസ്. അജ്ഞരായ വിജ്ഞരുണ്ട്, വിജ്ഞരായ അജ്ഞരുണ്ട്. അറിയാമോ? വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഒരു വെളിവില്ലാത്തവരുണ്ട്, ഒരു വിദ്യാഭ്യാസമില്ലെങ്കിലും വെളിവുള്ളവരുണ്ട്. അരിമത്തിലെ യോസഫ് നിങ്ങൾക്കറിയാമോ? ധനകാര്യമന്ത്രിയാ, പക്ഷെ കിട്ടിയത് യേശുവിന്റെ ഡെഡ് ബോഡിയാ. അക്ഷരാഭ്യാസമില്ലാത്ത പത്രോസ് ഉണ്ടല്ലോ, അയാളുടെ നിഴൽ തട്ടിയ രോഗി സൗഖ്യമാകും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. somebody shout hallelujah. താഴെ ചെന്ന് പുള്ളി മേലോട്ട് നോക്കിയപ്പോ ഞെട്ടിപ്പോയൊരു കാഴ്ച. ലാസറോ, യെസ്. എന്റെ പ്രിയരെ, മനുഷ്യരാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാത്തവര് പലരുമായിരിക്കും ആ രാജ്യം ഭരിക്കുന്നത്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത, ഒരുമിച്ചിരുന്ന് പാട്ടുപാടാത്ത, ഒരുമിച്ചിരുന്ന് ആരാധിക്കാത്ത, ഒരുമിച്ചിരുന്ന് കൈയടിക്കാത്ത, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുപക്ഷെ നീ പോലും മറക്കുന്നവരായിരിക്കും ആ രാജ്യം ഭരിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നുകൂടെ നിങ്ങൾ ഉണ്ടോ? സാധാരണമായ ക്വാളിറ്റി ഉള്ള ആളാണ് മനുഷ്യൻ. പക്ഷേ ചാരിറ്റി പ്രവർത്തനങ്ങൾ പലത് ചെയ്തെങ്കിലും നിത്യജീവന്റെ കാര്യം എന്ത് ചെയ്തു? മറന്നു. പണം കൊടുത്ത് സ്വർഗരാജ്യം വാങ്ങാൻ പറ്റില്ല. ഇന്ന് രാത്രി ഫസ്റ്റ് ദൂത് അവിടെ ഇരിക്കട്ടെ. ഇനി 2 അപ്പോസ്തല പ്രവൃത്തി 10:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇത്താലിയ പട്ടാളത്തിൽ, കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തൻ,
4 ക്വാളിറ്റി. ലിസൺ ടു മീ. 4 ക്വാളിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, ആള് ഭക്തൻ. ഇത് പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പാസ്റ്റർ അല്ല. ബൈബിൾ സത്യവേദ പുസ്തകം പറയുന്നു കൊർന്നലിയോസ് ഭക്തൻ. എന്തോ ഭക്തി എന്ന് പറഞ്ഞാൽ പള്ളി പോകുന്നൊന്നുമല്ല ഭക്തി. പാപത്തോടകന്ന് ദൈവത്തോട് അടുത്ത് വസിക്കുന്നതിനാ ഭക്തി എന്ന് പറയുന്നത്. കൊർന്നലിയോസ് ഭക്തൻ. അടുത്ത വാക്യം, അടുത്തത് പറഞ്ഞു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനും. എനി ടൈം ലിസൺ ടു മീ. എപ്പോഴും പ്രാർത്ഥിക്കും. നമ്മളൊക്കെ മാക്സിമം 3 times, അതല്ലെങ്കിൽ 2 times ഒക്കെ നമ്മുടെ പ്രായം. രാവിലെ ഒരു പ്രാർത്ഥനയും രാത്രി ഒരു പ്രാർത്ഥന. നമ്മുടെ രാത്രിയിലെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ തമ്പുരാൻ പോലും മനസ്സിലാകും കുഞ്ഞമ്മയാ കൃത്യം അറിയാം. താവ് എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെ അറിയാം. നമുക്ക് രണ്ടുപേർക്ക് പരസ്പരം അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ഉറക്കളയ്ക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അറിയാം ഇന്നയാളാ. കർത്താവിന് നമ്മുടെ സൗണ്ട് അറിയാം. ഞാൻ പോണോ എന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞില്ല ബിലിയാമിനോട് പോകണ്ടെന്ന്. ഞാൻ ബിലിയാമാണ്, ഇന്നാളിന്റെ മോനാണ്, പോണോ? കാര്യം പറഞ്ഞിട്ടല്ല, ഞാൻ പോണോ? അവർ പറഞ്ഞു വേണ്ട. ചോദിക്കുമ്പോഴേ ആരാ ചോദിക്കുന്നറിയാം. സൗണ്ട്, ആടുകളുടെ ശബ്ദം അവൻ തിരിച്ചറിയുന്നു. ആട് ഇതാ, ഓ ആടുകള്. നീ ഗ്ലോറി പറയുമ്പോൾ ആരാ പറയുന്നെന്ന് പോലും തിരിച്ചറിയാൻ കാര്യത്തുള്ള ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയോ. ആ ദൈവം പറഞ്ഞു ഇയാൾ ഭക്തനാണ്. 2, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് മൊത്തം ദൈവഭയം. അപ്പന് ദൈവഭയം, അമ്മയ്ക്ക് ദൈവഭയം, പിള്ളേർക്ക് ദൈവം, എല്ലാം ഗ്രഹത്തോടു കൂടെ എല്ലാം ദൈവം. ഇനി 3-ാമത്തെ പ്രത്യേകത, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നു. ചുമ്മാ ഒപ്പിക്കലല്ല, ധർമ്മം കൊടുക്കുന്നു. വളരെ ബൈബിൾ സർട്ടിഫൈ ചെയ്യും. 4-ാമത്തെ ക്വാളിറ്റി കേൾക്കണം. അവൻ എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്ക് സ്വർഗത്തിൽ പോകാൻ പ്രത്യേകിച്ച് ക്രൈറ്റീരിയയുടെ ആവശ്യമുണ്ട്. സമൂഹത്തിൽ മാന്യൻ, കുടിക്കത്തില്ല, വലിക്കത്തില്ല, ഒരു തെറ്റും ചെയ്യത്തില്ല, പള്ളിയിൽ പോകും, ചാരിറ്റി കൊടുക്കും, എപ്പോഴും പ്രാർത്ഥിക്കും, കുരിശ് വരയ്ക്കും. അങ്ങനെ പുള്ളി സ്വർഗത്തിൽ പോകത്തില്ലയോ? അമ്പലം പറഞ്ഞു നോ. സമൂഹത്തിലെ സോഷ്യൽ സ്റ്റാറ്റസ് നല്ല പേര് കൊണ്ട് പോകില്ലെന്ന് അതിനർത്ഥം. കൊർന്നലിയോസേ, നിന്റെ ചാരിറ്റി മേളിച്ചെന്നു, നിന്റെ പ്രാർത്ഥന മേളിച്ചെന്നു, ശരിയാ. പക്ഷേ നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തണം. എന്തിന്? നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാനുള്ള ദൂത് അയാൾ നിന്നോട് പറയും. മതഭക്തി കൊണ്ടോ, പള്ളി ഭക്തി കൊണ്ടോ, ചാരിറ്റി കൊണ്ടോ നിത്യരാജ്യം പിടിക്കാമെന്ന് ചിന്തിക്കരുത്. അത് പിടിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ടേ പറ്റൂ, രക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. നീ യോപ്പയിലേക്ക് ആളയക്കണം, പത്രോസിനെ വിളിക്കണം. നീയും നിന്റെ സകല ഗ്രഹവും രക്ഷപ്പെടാനുള്ള ദൂത് അവൻ നിന്നോട് സംസാരിക്കും. പറഞ്ഞു വിട്ടു. പത്രോസ് വന്നു. ഇയാൾ പറഞ്ഞു ഞങ്ങൾ ഒരു ദർശനം കണ്ടു, ഇങ്ങനെ ഒരു ദൂതൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വിളിച്ചതാ. ദൈവം പറയുന്നതൊക്കെ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ആ പ്രസംഗത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് കേൾക്കണോ? അവർ കുടുംബം ഒന്നിച്ച് സ്നാനപ്പെട്ടെന്ന, കുടുംബം ഒന്നിച്ച് സ്നാനപ്പെട്ടു. നിന്റെ ഭക്തി ഓക്കെ, നിന്റെ ചാരിറ്റി ഓക്കെ, നിന്റെ പ്രാർത്ഥന ഓക്കെ. പക്ഷെ ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ നീ ബോധകനാകണം, വീണ്ടും ജനിക്കണം. അത് സ്നാനമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര മൂടി വെച്ചാലും അത് പരമാർത്ഥമാണെന്ന് ബൈബിൾ പറയുന്നു. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആളിനെ വിളിച്ചു, അയാളെ സംസാരിച്ചതിന്റെ പരിണിത ഫലം ഇതാണ്. അവർ കുടുംബം ഒന്നിച്ച് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. അപ്പൊ നിത്യജീവൻ കിട്ടാൻ 2-ാമത്തെ ഭാഗം ഞാൻ പറയട്ടെ. സമൂഹത്തിലെ നല്ല പേര് കൊണ്ടോ, മതഭക്തി കൊണ്ടോ, പള്ളി ഭക്തി കൊണ്ടോ കിട്ടത്തില്ല. ഞാൻ റോമൻ കാത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച ആളാണ്. ഞാൻ റോമൻ കാത്തലിക്സ്. എൻ്റെ മമ്മിയുടെ ഇളയ സിസ്റ്റർ കന്യാശ്രീയാണ്. ഇന്ന് കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഠമുണ്ട്. ആ മഠത്തിന്റെ മദറാണ് എൻ്റെ മമ്മിയുടെ ഇളയ സിസ്റ്റർ. സ്തോത്രം. അവിടെ നിന്ന് പരസ്യോഗത്തിന്റെ പാട്ട് കേട്ട് വിശ്വാസം വന്ന ആളാ എൻ്റെ അമ്മ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേ ഹിടുമേ, ഹോ നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്നും എഴുതിയിടുമേ. ആ പാട്ട് കേട്ട് പെന്തക്കോസ്തി വന്ന ആളാ എൻ്റെ അമ്മ. എൻ്റെ മമ്മിയുടെ ബ്രദർ ഇന്ന് മലങ്കര ബദൽ ചർച്ചിന്റെ പാസ്റ്ററാണ്, റാമി. ആള് കരിസ്മാറ്റിക്കിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളാ.
പ്രസംഗിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ചപ്പോൾ ബൈബിൾ സത്യമാണെന്ന് മനസ്സിലായി. സ്നാനപ്പെട്ട ആളെന്ന് പെന്തക്കോസിന്റെ പാസ്റ്റർ. സ്തോത്രം. മനസ്സിലാകുന്നവർക്ക് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കാം. എന്റെ പ്രിയരെ, എന്റെ പ്രാണനെ നിത്യജീവൻ കരഗതമാക്കണമെങ്കിൽ സ്തോത്രം, ലോകത്തോടുള്ള സകല ആഗ്രഹങ്ങളും വെടിഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്വർഗത്തിൽ പോകാൻ സ്നാനപ്പെട്ടെങ്കിലേ ദൈവരാജ്യം കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. മതഭക്തി കൊണ്ടോ സമൂഹത്തിലെ നല്ല പേര് കൊണ്ടോ നിത്യജീവൻ കിട്ടത്തില്ല. ചിലർക്കൊരു ധാരണയുണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ചാൽ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് നല്ല കുടുംബം ഇല്ല. മത്തായിയുടെ സുവിശേഷം 3:9 വാക്യം വായിക്കുമ്പോൾ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. കാരണം ഇന്ന അപ്പൻ്റെ ഇങ്ങനെ അപ്പൂപ്പൻ്റെ കുടം തൊട്ടുള്ള വല്യപ്പൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതി ഉളവാക്കാൻ കഴിയും. അപ്പാർത്താൻ കുടുംബ മഹിമ കൊണ്ട് കിട്ടില്ല, സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് കിട്ടില്ല, പണം കൊടുത്തു വാങ്ങാനും പറ്റില്ല. പിന്നെ എങ്ങനെ പറ്റും? സ്തോത്രം. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. ഓ, മലകൾ കയറിയാൽ കിട്ടുകില്ല, ഇല്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. പിന്നെങ്ങനെ? നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. പിന്നെങ്ങനെ? കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. അത് ദാനം, ദാനം, ദാനം. അല്ല, മലകൾ കയറിയാൽ കിട്ടത്തില്ല. കയറാന്നുള്ളതേ ഉള്ളൂ, മെച്ചമൊന്നുമില്ല. ഇങ്ങനെ കയറാം, ഇട്ടോണ്ടും ഇടാതെയൊക്കെ കയറാം. ചെരുപ്പേ. ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. പിന്നെന്തുവാ? നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. ഓ, കൃപയാലത്രേ ആത്മരക്ഷ. താഴോട്ടുള്ള ലൈനുകളൊക്കെ നല്ല സുന്ദര ലൈനാ. സമയം പോയതുകൊണ്ടാണ്. എപ്പോഴാണെന്നറിയോ? ഈ ലോക ജീവിതത്തിൽ നേടുക, ഇപ്പൊ നേടുക. നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. ഇപ്പോഴാണെങ്കിൽ ഓക്കെ, മരിച്ചു കഴിഞ്ഞിട്ട് എത്ര കോടികൾ കൊണ്ട് ആർക്ക് കൊടുത്താലും നിന്നെ നരകത്തിൽ നിന്ന് പൊക്കാൻ പറ്റില്ല. മനസ്സിലായി? കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. നിന്റെ കാശ് വിടുങ്ങാൻ നിന്നെ കളിപ്പിക്കുന്നതല്ലാതെ അവിടെ നിന്ന് പൊക്കാൻ പറ്റത്തില്ല. ഈ ലോക ജീവിതത്തിൽ നേടുക. നിന്റെ മരണശേഷം അവസരങ്ങൾ ഇല്ല സോദര. മരണശിക്ഷയിൽ നിന്ന് വിടുതൽ നേടുവാൻ ഇന്ന് വലിയ രക്ഷകന്റെ സന്നിധി. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. അത് ദാനം, ദാനം, ദാനം. അപ്പോ അവിടെ പോകാൻ എന്ത് ചെയ്യണം? മലകൾ കയറിയിട്ട് കാര്യമില്ല, ക്രിയകൾ നടത്തിയിട്ട് കാര്യമില്ല, നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇതുകൊണ്ടൊന്നും സാധ്യമില്ല. പിന്നെ അവിടെ പോകാൻ എന്താ മാർഗം? ഒറ്റ മാർഗം. ആ രാജ്യം ഭരിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് യേശു. ആ യേശുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ മാത്രം മതി. അയ്യോ, അല്ലേ? എത്ര സിമ്പിളാന്നറിയാം, എത്ര സിമ്പിളാ. ഈ വീട് ബെൻസമത്തായ പാസ്റ്റർ ദൈവം കൊടുത്തൊരു ദാനമാണ്. ഞാൻ വന്ന ഉടനെ പാസ്റ്റർ എന്നെ കയ്യിൽ പിടിച്ചു, വാന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയി സുന്ദരമായി സെറ്റിയിൽ ഇരുത്തി അടുത്ത് കൃത്യമായി സംസാരിച്ചു. കാരണം ഈ കുടുംബത്തിന്റെ സ്വന്തക്കാരൻ എൻ്റെ ഫ്രണ്ടാ, അദ്ദേഹത്തിന്റെ സ്തോത്ര സുഹൃത്താ. ഞാൻ എന്നെ അകത്ത് കൊണ്ടുപോയി അടുത്തിരുത്തി സംസാരിച്ചു. സ്വർഗത്തിൽ പോണെങ്കിൽ സ്വർഗത്തിന്റെ സ്വന്തക്കാരനെ നീ ഒന്ന് അടുത്താ മതി, അവനെടുക്കൽ ഒന്ന് ചേർന്നാ മതി. എങ്ങനെയാ ചേരാൻ പറ്റുക? അതിന് ബൈബിളിനകത്ത് ഒരു വാക്യം പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അവൻ അവകാശം കൊടുത്തു എന്ന് പറഞ്ഞാൽ 5 സെന്റ് നടക്കണ്ട, 5 പൈസ കൊടുക്കണ്ട, 1/2 കിലോമീറ്റർ നടക്കണ്ട, ഇരിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് സ്വർഗത്തിന്റെ സ്വന്തക്കാരാ, അങ്ങേ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പറഞ്ഞാൽ നിന്റെ നരകവിധി മാറി നിന്നെ ആ രാജ്യത്തിലെടുക്കാൻ അവന് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.
ഇതിന്റെ ഒരു വലിയ പ്രശ്നം ഇത്ര സിമ്പിളായി പോയെന്നുള്ളതാണ്. ഒന്നും ചെയ്യണ്ടായോ? വേണ്ട. നടക്കണ്ടായോ? എന്നെ എന്താ ചെയ്യണം? വിശ്വസിച്ചാൽ മതി. അത്ര മാത്രം മതി. വിശ്വസിക്കാൻ പറ്റുന്നില്ല, പോരാ, അത്രയേ ഉള്ളൂ. സ്വർഗത്തിൽ പോകാൻ യെസ്. അതാ ഈ സിമ്പിളായി പോയത് കൊണ്ടാണ് പലർക്കും ഒരു ഭാരമായി. ഈ നയമാൻ എന്ന് പറഞ്ഞ ആള് പരാക്രമശാലിയാണെങ്കിൽ കുഷ്ഠരോഗിയാണ്. എലീശയെ കണ്ട വന്നപ്പോൾ എലീശ പറഞ്ഞു, ആരാ യോർദാനിൽ മുങ്ങും 7 times. പുള്ളിക്ക് ദേഷ്യം വന്നു. പുള്ളി പറഞ്ഞു, ഇതിനേക്കാൾ നല്ല സ്വന്തം അബാനിയും പർപ്പരയൊക്കെ അവിടെ ഉള്ളപ്പോൾ സിമ്പിളായി പോയതാ വിഷമം. സിമ്പിൾ. ഈ കൂടെ വന്ന ആള് പറഞ്ഞു, എൻ്റെ യജമാനൻ നമ്മൾ ഇവിടെ വരെ വന്നില്ലേ, ഇതിനൊക്കെ വലിയ വലിയ കാര്യം പറഞ്ഞ് നമ്മൾ ചെയ്യത്തില്ലേ, നമുക്കൊന്ന് മുങ്ങിയേക്കാം. അയാളിൻ്റെ നിർബന്ധപ്രകാരം മുങ്ങി. ഒന്ന് മുങ്ങി, പിന്നെയും മുങ്ങി, പിന്നെയും ഓരോ പ്രാവശ്യം മുങ്ങുമ്പോഴും ബോഡിയിൽ നോക്കും, അയാളെ നോക്കും. അയാൾ പറഞ്ഞിട്ടായി മുങ്ങുന്നു. 7ാമത്തെ പ്രാവശ്യം മുങ്ങി കയറിയപ്പോൾ ഒരു കുഞ്ഞു ബാലകന്റെ ദേഹം പോലെയായി. ഇത് ലളിതമാണെന്നുള്ളതാണ്, പക്ഷേ വിശ്വസിച്ചാൽ ആ നരകം മാറും. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച്. എന്തായാലും നമ്മൾ ഇവിടെ വിട്ടുപോകും. ഇവിടെയും യാതന, ഇതിനപ്പുറം യാതന എന്തിനാ? ഇവിടെ യാതന. എന്നാ പിന്നെ സ്വർഗത്തിലോട്ട് പോയിക്കൂടെ? സന്തോഷമുള്ള സ്ഥലം, സുന്ദരമായ സ്ഥലം. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. യേശു എന്റെ പാവങ്ങൾക്കായി മരിച്ചു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന് മാനവജാതിയുടെ പാപം വഹിച്ച് കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കരേറിപ്പോയ നസ്രായൻ അന്ന് മരിച്ചത് എന്റെ പാപത്തിനും കൂടെ വേണ്ടിയാണെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ സമ്മതിച്ചിട്ട് എൻ്റെ അവകാശിയായി, എൻ്റെ അധികാരിയായി, എൻ്റെ അരിമനാഥനായി ഞാൻ അവനെ വിശ്വസിക്കുന്നു എന്ന് ഇരിക്കുന്ന 150 രൂപ വിലയുള്ള ചെയറിലിരുന്ന് നീ ഒന്ന് സമർപ്പിച്ചാൽ, പ്രിയരേ, ഇന്ന് രാത്രി നിന്റെ നായകൻ മാറി നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. ഇത്രയും പറയാനാണ് ഞങ്ങൾ ഇത്രയും സെറ്റപ്പുകൾ ചെയ്ത്. ഈ ഒന്നൊന്നേകാൽ മണിക്കൂർ ഞാൻ പ്രസംഗിച്ചത് ഈ ഒരൊറ്റ കാര്യം പറയാനാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിലൂടെ വിരാമം കുറിക്കുമ്പോൾ എൻ്റെ പ്രിയരെ, ഈ രാത്രി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്ന് രാത്രി നിന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും ദൈവത്തോട് ഏറ്റുപറ, കർത്താവേ, ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. അങ്ങേ എന്റെ പിതാവും എന്റെ കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. നരകവിധി മാറ്റി എന്നെ സ്വർഗരാജ്യത്തിലേക്ക് എടുക്കുവാൻ തമ്പുരാന് പ്രസാദം തോന്നണമേ. ഇന്ന് രാത്രി സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ലോകത്തെ വെടിയുക. ലോകത്തിന്റെ ഇഷ്ടങ്ങൾ എന്ത്? ഇഷ്ടങ്ങളെ വെടിയുക. ആമേൻ. സ്തോത്രം. സർവ്വലോകത്തെ നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. അതാത് സ്ഥാനത്ത് ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എവരിബഡി സ്റ്റാൻഡ്. ഒരു നിമിഷം കണ്ണു കാണിച്ചു ദയവായിട്ട് അനുഭവം. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ യോഗം മൈൻഡ് അപ്പ്. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലോ, ഈ വീട് നമ്മുടെ സ്വന്തമൊന്നുമല്ല. ക്ലോസ് യുവർ ഐസ് പ്ലീസ്. കണ്ണടച്ച്. എൻ്റെ പ്രിയരെ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നമ്മുടെ സ്വന്തമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കുറച്ചു കാലം അവിടെ പാർക്കാന്നുള്ളത് സ്വന്തമൊന്നാണ്. അങ്ങോട്ട് ധൃതി വെച്ച് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടെ ഉള്ളത് പേടിച്ചിട്ട് മേലുള്ളത് പോയാൽ എത്ര നഷ്ടമല്ലേ? പെർമനന്റ് ഹോം. സഭാപ്രസംഗി പറയുന്നത്, രോചനക്കുരി ഫലിക്കാതെ വരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് മടങ്ങുന്ന പെർമനന്റ് ഹോം. വീട് പെർമനന്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. മരുന്ന് ഫലിക്കാതെ വരും, മനുഷ്യൻ അവന്റെ പെർമനന്റ് ഹോമിലേക്ക് പോകും, ശാശ്വത ഭവനം. സെമിത്തേരി പെർമനന്റ് ഹോം അല്ല. സെമിത്തേരിയെ കുറിച്ചുള്ള യഥാർത്ഥ അർത്ഥം ഉറക്കെ അറയുന്ന, ഉറങ്ങുന്ന അറ. ഇവിടുന്നൊക്കെ നമ്മൾ പോകും. അപ്പം ഇവിടെ പോകാൻ ധൃതി വെക്കാതെ മേളിൽ പോകാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ആ കണ്ണുകളൊന്നും അടച്ച്, എല്ലാ കണ്ണും അടച്ച്. ഞാൻ ഈ പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കണം. കർത്താവേ, എന്നെ ഒന്ന് പണിയണം, എന്നെ ഒന്ന് രൂപപ്പെടുത്തണം, എന്നെ ഒന്ന് തിരിച്ചു വരുത്തണം. വിധവയിട്ട് 2 കാശിനെ അവിടുന്ന് കണക്കെടുത്തു. ഈ മനുഷ്യനെ അവിടുന്ന് മൂടാ എന്ന് റിസൾട്ട് പറഞ്ഞു. ഞങ്ങൾ റിസൾട്ട് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? യേശുവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ.
ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി ഞങ്ങളെ മാറ്റണമേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഒരുമിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഈ ദിനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും, അഭിഷിക്തന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കും. നന്മകൾ അവിടുന്ന് പകരണം യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകിച്ച് നന്ദി. ഒരു പാട്ടിന്റെ 2-3 ലൈനുകൾ നമുക്ക് ചേർന്ന് പാടി ഒന്ന് ആരാധിച്ച് ബലപ്പെട്ടു പോകാം ചേർന്ന്. ഹല്ലേലൂയ.
ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇനിയൊരു അവസരം കൂടി ഒരു സുവിശേഷ പ്രസംഗം നമുക്ക് കേൾക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയുന്നില്ല. ഏത് സമയം പൊലിഞ്ഞു പോകാവുന്ന ജീവിതമാണ്. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിക്കാൻ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ സുവിശേഷം കേട്ടവർ അതനുസരിക്കാതെ പോയാൽ നിത്യനാശമെന്ന നരകത്തിലേക്ക് തള്ളപ്പെടുമെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് കൊണ്ട് ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി കടന്നു വന്നവരോട്, ഈ ശബ്ദപരിധി ശ്രദ്ധിച്ചവരോട് ഇടപെട്ടിട്ടുണ്ട്. ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുവാനിടയാകട്ടെ. അതിനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ആമീൻ. അവസാന പ്രാർത്ഥന നമ്മുടെ പാസ്റ്റർ TC ചെറിയാൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഇവിടെ കടന്നു വന്ന ഏവർക്കും പ്രത്യേകാൽ ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് ഏലപ്പാറയ്ക്ക് ഈ യോഗത്തിൻ്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിലും സർവകൃപാലുവായ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ച് ഈ യോഗത്തെ ഇത്രത്തോളം അനുഗ്രഹമാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ക്രിയ ചെയ്ത് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹീത ദൈവശബ്ദം കേട്ട് നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴി കാണിച്ചു തന്ന് നശ്വരമായ ഈ ലോകത്തിൽ, മാറിപ്പോകുന്ന ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ശക്തമായി ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ വിലയേറിയ ഭൃത്തിനെ കരങ്ങളെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വല്ലപ്പോഴും നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നുള്ള വചനപ്രകാരം കടന്നു വന്ന ജനത്തോട്, ഈ ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടത് കൊണ്ട് സ്തോത്രം. കർത്താവേ, വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ചില ജീവിതങ്ങളെങ്കിലും നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരത്തക്ക നിലയിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതുവരെയും പാപത്തിന്റെ ആഴത്തിലായിരിക്കുന്ന ജീവങ്ങളോട് കൃത്യമായി സംസാരിക്കുകയും ദൈവാത്മാവ് ഇടപെടുകയും ചെയ്യേണ്ടതിനായും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിലയേറിയ ഭൃത്തിനെയും ശുശ്രൂഷയെയും സ്വർഗമധികമായി മാനിച്ചാട്ട് ഞങ്ങളുടെ മടക്ക യാത്രയിൽ കൂടെ ഇരിക്കണം. നാളെ നടക്കുന്ന മീറ്റിങ്ങിനെയും ഏറ്റവും അനുഗ്രഹമാക്കണം, കൃപയിൽ സൂക്ഷിക്കണം. മാനവും മഹത്വം പുകഴ്ചയും കർത്താവിന് സകലവും ഞങ്ങൾക്ക് ജീവൻ വെച്ച ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് അവിടുന്ന് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കേൾക്കപ്പെട്ട വചനത്തോടും കർത്താവിന്റെ ദാസരോടും ശുശ്രൂഷയോടും നാളെ നടക്കുന്ന മീറ്റിങ്ങിനോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം